Hey, hello, how are you? എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? Okay. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി വന്നിട്ട് നമ്മൾ കണ്ടിട്ടൊക്കെ ഒരുപാട് നാളായി. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സാംസിന് ബിഫോർ ആയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ലൈവ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പം അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ വറീസിലൊക്കെ ഇരിക്കുകയാണെങ്കിലോ ഞാൻ എൻ്റെ എക്സാം എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എനിക്ക് പോർഷൻസ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഗ്രാമർ പോർഷൻസ് എനിക്ക് തീരെ വശമില്ല, അതുപോലെ തന്നെ ഡിസ്കോഴ്സസ് അതിൻ്റെ ഫോമാറ്റ്സ് ഒന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി, ബിക്കോസ് നമ്മൾ ഈ ഒരു ലൈവ് നടത്തുന്നത് ഇറ്റ്സ് ഫോർ യു. ഓക്കെ, അപ്പം ഈ ഒരു ലൈവ് കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നില്ല യു വിൽ ബി ഗെറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നേരം ഫുള്ളായിട്ട് അറ്റൻഷൻ പിടിച്ചിരിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് കേട്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ബെനിഫിറ്റ് ഫ്രം ദിസ്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് നടത്തുന്ന ഈ ഒരു ലൈവിലേക്ക് വേഗം വന്ന് കയറിക്കോളൂ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കസിൻസിനോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിൽ സൂൺ സ്റ്റാർട്ട് അവർ പോർഷൻസ്. ഓക്കെ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? എക്സാം ഫീവർ ഒക്കെ വന്നിട്ടിരിക്കുന്ന ടൈം ആണെന്ന് തോന്നുന്നു കുറേ പേർക്കൊക്കെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒരു ഫേസ് ആണ്, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫേസ് തന്നെയാണ്. ബട്ട് വി ഡോണ്ട് ഹാവ് ടു മൈൻഡ് ദാറ്റ്. അതൊക്കെ വരും ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ ലൈക്ക് വൈസ്, അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വിൽ ഗോ ഫോർ ചാപ്റ്റർ സമ്മറി. നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഭയങ്കരമായ ഗടാഗടിയനായിട്ടുള്ള ഭീകര സമ്മറീസ് ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം നമ്മൾ വളരെ കുഞ്ഞായിട്ട് ഓരോ കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സമ്മറി പോലെ ഒരു ഭാഗം നമ്മൾ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യും. സോ ദാറ്റ് യു ക്യാൻ ബി ഫെമിലിയർ വിത്ത് ദാറ്റ് വെരി ഈസിലി, പെട്ടെന്ന് തന്നെ ക്യാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിസ്കോഴ്സസ് ആണ്. ഡിസ്കോഴ്സസ് അപ്പം നമുക്ക് ഓരോ വരുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ഫോമാറ്റിൽ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 15 to 20 ഫോമാറ്റ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ നമ്മൾ ഈ എക്സാമ്പിൾസ് കാണിച്ചു തരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമ്പിൾ എഴുതുമ്പോഴേക്കും ഇത് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളതാണല്ലോ എന്നൊരു ഓർമ്മ വന്ന് യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദാറ്റ്. ആൻഡ് ഫൈനലി നമ്മുടെ ഗ്രാമർ പോർഷൻ നിങ്ങൾക്ക് എപ്പോഴും ടഫാണ്, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിട്ട് വരുന്ന നമ്മുടെ ഗ്രാമർ പോർഷൻസ്, എസ്പെഷ്യലി നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓൾറൈറ്റ്, ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 ചാപ്റ്റേഴ്സ് ആണുള്ളത്, 19-20 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം, ഭയങ്കര ഡീറ്റെയിലിങ്സിനൊന്നും പോകുന്നില്ല. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇനീഷ്യേഷൻ. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, അതൊരു കാര്യം. നമ്മുടെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ അതിന് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പുതിയതായിട്ടൊരു കാര്യം പഠിക്കാൻ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ. ഒന്നാമത്തെ കാര്യം അതാണ്. ആൻഡ് ദ സപ്പോർട്ട് ഓഫ് എ പേരൻസ് or someone who is near to us. അപ്പം നമ്മുടെ കൂടത്തിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പേരൻസോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പുതിയൊരു കാര്യം ക്യാച്ചപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ അത് ക്യാച്ചപ്പ് ചെയ്യാൻ നമുക്ക് എത്രയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ്. ദീസ് ആർ ദ മെയിൻ തീംസ് ദാറ്റ് ആർ ഡിസ്കസ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി. ഓക്കെ, അപ്പോൾ ദാ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ് നമ്മുടെ ഇവിടുത്തെ ഹിസ് ആയിട്ട് വരുന്നത്. ഇറ്റ്സ് എ യങ് സീഗൾ, ഒരു കുട്ടി സീകളാണ്. അപ്പം കുട്ടി സീകൾ എന്ന് പറയുമ്പോഴേക്കും അവര് പറക്കാനൊക്കെ പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ അവരൊരു ചേട്ടനും ചേച്ചിയും ഉണ്ട്. ആൻഡ് ദിസ് യങ് വൺ, ഇത്രയും പേരാണ് അവരുടെ ആ ഫാമിലിയിലുള്ളത്. ആൻഡ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് സീഗൾ ഇസ് ഫെഡ് ലവിംഗ്ലി ബൈ ഹിസ് പേരൻസ്. ഒറ്റ പ്രത്യേകതയാണ്, നമ്മളെല്ലാവരും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഉള്ള പോലെ തന്നെ ഭയങ്കര കെയറിങ്, നമ്മൾ ഭയങ്കര കാര്യമായിട്ട് നോക്കിയിട്ടാണ് എല്ലാവരും നമ്മളെ വളർത്തുക അല്ലേ. സോ ലൈക്ക് വൈസ് ഇവിടെ നമ്മുടെ യങ് സീകളിനെ, ഏറ്റവും കുട്ടി സീകളിനെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര താലോലിച്ച് ഓമനിച്ചാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അവനുണ്ട്. ഭയങ്കര മടിയനാണ്, അല്ലെങ്കിൽ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അവൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നോക്കിയേ, ഫൈനലി ഇവർ പറക്കേണ്ട സമയവും കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നെത്തിയിട്ടുണ്ട്. സ്റ്റിൽ ഹി ഈസ് നോട്ട് ഏബിൾ ടു ഫ്ലൈ, അല്ലെങ്കിൽ ഹി ഈസ് വെരി അഫ്രേഡ് ഓഫ് ഫ്ലൈയിങ്. ഇപ്പോഴും അവന് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഫ്ലൈയിങ് അവന് ഇതുവരെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് ട്രൈയിങ് ആൻഡ് ഹി ഈസ് ഓൾവേസ് അഫ്രേഡ് ഓഫ് ഫ്ലൈയിങ്. അപ്പൊ അവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ ബി
falling down. അവന്റെ ചേട്ടനും ചോദിച്ചു, അല്ലെങ്കിൽ അവന്റെ ഏതാണ്ട് അവിടുത്തെ പ്രായത്തിലുള്ള സീഗൾസും ഒക്കെ പറക്കാനും അവർ സ്വന്തമായിട്ട് ഫിഷ് ക്യാച്ച് ചെയ്ത് പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഹീ സ്റ്റിൽ ഓൺ ഹിസ് ലെഡ്ജ്. അവൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ വീണ്ടും ഇരിക്കുകയാണ്. അമ്മ ഒരുപാട് പ്രാവശ്യം മദർ സീഗൾ ഓൾവേസ് എൻകറേജസ് ഹിം ടു ഫ്ലൈ. പക്ഷേ നത്തിങ് വർക്ക്സ്, ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ യങ് സീഗൾ അത്രയും ലേസി ആയിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. ആൻഡ് ഒരു ദിവസം എന്താ ചെയ്യുന്നത്, ഇവരുടെ ഫാമിലി ഫുള്ളായിട്ട് ഇവരെ ഫിഷ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഭക്ഷണം തേടാൻ വേണ്ടിയിട്ട് ദേ ഓൾ വെന്റ് അവേ. പക്ഷെ നമ്മുടെ യങ് സീഗൾ ഇപ്പോഴും അച്ഛനും അമ്മയും എനിക്ക് ഫുഡ് കൊണ്ടുതരും എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഇവനെ ഒന്ന് നന്നാക്കണമെന്ന് ഉറപ്പിച്ചായിരുന്നു നമ്മുടെ മദർ സീഗൾ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പുള്ളിക്കാരെ ഡിസൈഡ് ചെയ്താണ്, ഇവൻ ഇനിയിപ്പം എത്ര വിശന്നാലും അല്ലെങ്കിൽ ഇവൻ എത്ര കരഞ്ഞാലും എത്ര ഞങ്ങളെ നോക്കിക്കഴിഞ്ഞാലും ഐ വോണ്ട് ഗിവ് ഹിം ഫുഡ്, ഞാൻ ഫുഡ് കൊടുക്കില്ല. ആ ഒരു തീരുമാനത്തിലൊക്കെ എന്നാൽ അവിടെ ഇരിക്കുന്ന നമ്മുടെ യങ് സീഗൾ ഹി വാസ് വെരി ഹംഗ്രി, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ഒന്ന് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ധൈര്യം വിട്ട് വരുന്നതുമില്ല. ഓക്കെ, ആൻഡ് കുറേ നേരം കഴിഞ്ഞു. ദാറ്റ് വാസ് 24 hours ago. അത് 10-20 മണിക്കൂർ മുന്നത്തെ കാര്യമാണ്. ഇപ്പോഴും ഹീ ഈസ് നിയർ ദർ. ബട്ട് ബാക്കിയുള്ളവരൊക്കെ പറക്കുന്നുണ്ട്, അവൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ പറക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഫ്ലൈ. അവൻ ഇപ്പോഴും പേടി പിടിച്ചിരിക്കുകയാണ്. ആൻഡ് എല്ലാവരും അവനെ പല രീതിക്ക് എൻകറേജ് ഉണ്ട്, വാ നമുക്ക് പോയി പറക്കാം, യു വോണ്ട് ഫ്ലൈ, വിൽ ഹെൽപ്പ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് he couldn't do that. And finally ഇവൻ ഒരു രക്ഷയില്ല. അവൻ ഒറ്റക്കാലയിലേക്ക് ഇരുന്ന് നോക്കി, ആ കണ്ണടച്ചിരുന്ന് നോക്കി, ഒറ്റക്കാലയിൽ ഇരുന്നു, അങ്ങനെയെങ്കിലും വിശപ്പ് പോവട്ടെ എന്ന് വിചാരിച്ച്. ബട്ട് നത്തിങ് ഹാപ്പൻഡ്, അതൊന്നും നടക്കുന്നില്ല. ആൻഡ് ഫൈനലി അവൻ വിചാരിച്ചു, എന്നാണേലും അച്ഛനും അമ്മയല്ല എൻ്റെ അടുത്തേക്ക് എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരും എന്ന് വിചാരിച്ച് തന്നെയാണ് ഹി വാസ് ആക്ച്വലി സിറ്റിംഗ് ദർ. ആൻഡ് ഫൈനലി അവൻ വിചാരിച്ച പോലെ അവൻ്റെ അമ്മ ഷീ ജസ്റ്റ് പിക്ക് ദ ഫിഷ് ഫ്രം ദി സീ, കടലിൽ നിന്ന് ഒരു ഫിഷ് എടുത്തിട്ട് വന്നിട്ട് ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കണം. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി, കാരണം അത്രയും നേരം വിശന്നിരുന്നിട്ട് അപ്പോഴാണ് അവന് ഫുഡ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത് വന്നപ്പോഴേക്കും വാട്ട് ഹാപ്പൻഡ്, മദർ സീഗൾ ഫ്ലൂ അക്രോസ് ട്രൈങ് ടു get nearer to him. The seagull had the food within the reach of his beak. അപ്പോൾ ദാ അമ്മ കിളി അടുത്തൂടെ വന്നു പോയപ്പോൾ നമ്മുടെ കുട്ടി സീഗളിന്റെ തൊട്ടടുത്ത് വരെ ഈ ഫുഡ് എത്തി. ബട്ട് ഹി കുഡന്റ് ഗെറ്റ് ഇറ്റ്. പക്ഷേ അവിടെ എത്തിയപ്പോഴും അത് നടന്നില്ല. അമ്മ സീഗൾ വാട്ട് ഡിഡ് ഷീ ഡു? സീഗൾ വെയിറ്റഡ് എ മൊമെന്റ് ഇൻ സർപ്രൈസ് ആൻഡ് വാണ്ടഡ് വൈ ഹിസ് മദർ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അമ്മ എത്ര അടുത്ത് വന്ന് എന്നെ ഫോൾ ചെയ്യാൻ നോക്കുന്നതെന്നൊക്കെ നമ്മുടെ സീഗൾ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി വാസ് വെരി മാഡ്, അതായത് വിശന്ന് കഴിഞ്ഞാൽ അവന് സങ്കടവും ദേഷ്യമൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഫൈനലി എന്ത് ചെയ്തു, അമ്മ അടുത്ത പ്രാവശ്യം കൂടെ അടുത്തേക്ക് പോയപ്പോഴേക്കും ഹി ജസ്റ്റ് ഡൈവ് ടുവേർഡ്സ് ദി ഫിഷ്. ആ ഫിഷിന്റെ അടുത്തേക്ക് പറന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ബട്ട് വാട്ട് ഹാപ്പൻഡ്, അപ്പോഴും എന്താ സംഭവിച്ചത്, ആ ഭക്ഷണം കിട്ടിയില്ല എന്ന് മാത്രമല്ല നമ്മുടെ യങ് സീഗൾ താഴേക്ക് വീണ് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓൾ റൈറ്റ്, പറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് ലേറ്റർ എന്ത് സംഭവിച്ചു, ഹി ഹിയർ ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. അപ്പോൾ ഫൈനലി ലാസ്റ്റ് അവൻ ആ താഴേക്ക് വീഴാൻ പോയപ്പോഴേക്കും നാച്ചുറൽ എബിലിറ്റി, അവൻ്റെ ആ ഒരു ഇന്നേറ്റ് എബിലിറ്റി, ആ പറക്കുക എന്നുള്ള ഒരു എബിലിറ്റി ഇറ്റ് സ്റ്റാർട്ടഡ് ടു വർക്ക്. ആൻഡ് ഫൈനലി എന്ത് സംഭവിച്ചു, ലാസ്റ്റ് മൊമെന്റ് ആയപ്പോഴേക്കും ഹി സ്പ്രെഡഡ് ഹിസ് വിങ്സ്, നല്ല വിങ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. ആൻഡ് അപ്പം അവൻ പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴേക്കും അവൻ എവ്രി വൺ വാസ് വെരി ഹാപ്പി, കാരണം ഇത്രയും ദിവസം ഇത് ചെയ്യാതിരുന്ന ഒരു കുട്ടി ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. എവ്രി വൺ വാസ് വെരി ഹാപ്പി. ആൻഡ് എല്ലാവരും അവൻ്റെ കൂട്ടത്തിൽ ചുറ്റും കൂടി വരികയാണ്. Then എന്ത് സംഭവിച്ചു, he commended himself to dive and soar, and he was near the sea now, flying straight over. Now he just wanted to dive and catch some fish. ഫുഡ് കഴിക്കണം അല്ലേ, ഫുഡ് കഴിക്കണം, അതുകൊണ്ട് തന്നെ അവൻ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. They were calling him to do the same, and he dropped his leg to stand on the green sea. അപ്പോൾ ഇതാ വെള്ളത്തിലേക്ക് മുങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. But his leg sank into, he cried with feet. He tried to rise again, flapping his wings. അപ്പം വെള്ളത്തിലേക്ക് മുങ്ങി പോകുമ്പോഴും ചിറകിട്ടടിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ബട്ട് he couldn't do that. His belly touched it, but he sank no further, and he was floating on it. അപ്പോൾ ഇതാ ബെല്ലി, വയറിൻ്റെ ആ ഭാഗം വരെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ടച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു, what happened then? അവന് പറക്കാൻ പറ്റുന്നില്ല, ബട്ട് he started to float. അതിലിങ്ങനെ ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. And around him was his family crying and praising him, and it was offering him scraps of dogfish, and he made his first flight. അങ്ങനെ അപ്പം ഇവൻ ആദ്യമായിട്ട് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി. ആൻഡ് നൗ ഹി ജസ്റ്റ് ഡൈവിങ് ഇൻ ദി സീ. അപ്പം ഹിസ് എൻറ്റയർ ഫാമിലി വാസ് വെരി ഹാപ്പി ആൻഡ് ദേ വർ അറൗണ്ട് ഹിം പ്രൈസിങ് ദി യങ് സീഗൾ. ആൻഡ് ഫൈനലി അതുകൊണ്ട് തന്നെ ദ യങ് സീഗൾ നമ്മുടെ ടൈറ്റിലിന് പറ്റിയ ഒരു സ്റ്റോറിയാണെന്ന് പറയാൻ കാരണം ദ യങ് സീഗൾ വാസ് അബൌട്ട് അല്ലെങ്കിൽ മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ ഈസി വൺ, ഉള്ളതിലേക്കും വെച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ
മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അധികം സമയമൊന്നും കളയാണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ഓൾറൈറ്റ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞത് എല്ലാം ഫ്ലൈ തന്നെയാണ് അല്ലേ. അപ്പോൾ ഐ വിൽ ഫ്ലൈ APJ അബ്ദുൽ കലാമിന്റെ ഒരു അഡാപ്റ്റഡ് വേർഷൻ ആണ്, അദ്ദേഹത്തിന്റെ സ്പീച്ചിന്റെ ഒരു അഡാപ്റ്റഡ് വേർഷൻ ആണ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എൻ അഡാപ്റ്റഡ് വേർഷൻ ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാംസ് സ്പീച്ച്. ഓക്കെ, അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും അധികം നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ അദ്ദേഹം എന്താണ് ഹിസ് വ്യൂ അബൌട്ട് യൂത്ത്, അതായത് യുവജനങ്ങൾ, പുതുതായിട്ട് വളർന്നു വരുന്ന ദ ഫ്യൂച്ചർ ജനറേഷൻ, അവരെ പറ്റിയിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് പറയാനുള്ള എന്താണ്, വാട്ട് വാസ് ഹിസ് ഒപ്പീനിയൻ? Believes that ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. ഓക്കെ, അപ്പം ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, അതായത് നല്ല ജ്വലിക്കുന്ന ദ മൈൻഡ്സ് വിച്ച് ഇസ് ഹാവിങ് ഫയർ, എപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും ലോജിക്കലി തിങ്ക് ചെയ്യാൻ കഴിവുള്ള, അത്രയ്ക്കുമുള്ള ഒരു യൂത്തിന്റെ മൈൻഡ്, ഇറ്റ് ഈസ് ദി മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ എർത്ത്. അപ്പം എർത്തിലെ ഏറ്റവും പവർഫുൾ റിസോഴ്സ്, എർത്തിലെ മാത്രമല്ല എർത്തിന്റെ ഉള്ളിലും അണ്ടർ എർത്ത് ആസ് വെൽ ആസ് എബവ് എർത്ത്, എർത്തിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ഈ ജ്വലിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും ഫയർ ഉള്ള യൂത്തിന്റെ മൈൻഡാണ്. ദെൻ അപ്പൊ എവിടെയാണ് he was actually delivering the speech at Paravur and he was inaugurating a program called Shastrayan. Okay, അപ്പൊ നോക്കിയേ, he was actually inaugurating a program called as Shastrayan and he was at Paravur. അവിടെ നടത്തിയ ഒരു സ്പീച്ചിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, ആൻഡ് നൗ അദ്ദേഹം എന്താ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓൾമോസ്റ്റ് ഒരു 2000 സ്റ്റുഡൻസ് ഒക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു in order to hear Dr. Kalam. അപ്പം ഡിഫറെൻറ്റ് സ്കൂൾസ് ടു മേക്ക് ദം എലിജിബിൾ ഫോർ എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. അപ്പം ഇവരൊക്കെ ഒന്നുകിൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ അതും അല്ലെങ്കിൽ സിവിൽ സർവൻസോ ഒക്കെ ആവാൻ ആഗ്രഹിച്ച് ഡോക്ടർ കലാമിന്റെ ഉപദേശങ്ങൾ തേടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. ആൻഡ് കലാംസ് ഇനാഗുറൽ അഡ്രസ് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് എ നേഷൻ. അപ്പോൾ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എവിടെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു ആ പ്രോഗ്രാം ആൻഡ് വാട്ട് വാസ് ദ തീം ഓഫ് ദറ്റ് ടോപ്പിക് എന്നൊക്കെ ഉള്ളത് ആ ഒരു കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം സോ ദ ടോപ്പിക് വാസ് സയൻസ് എംപവേഴ്സ് എ നേഷൻ. എങ്ങനെയാണ് സയൻസ് ശാസ്ത്രം ഒരു നേഷനെ എംപവർ ചെയ്യുന്നത്, ഒന്നും കൂടെ ശക്തമാക്കി മാറ്റുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കിലായിരുന്നു ഹിസ് സ്പീച്ച്. ആൻഡ് ആഫ്റ്റർ ഹിസ് സ്പീച്ച്, നമ്മൾ പൊതുവെ നമുക്കറിയാലോ ഒരു സ്പീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിൽ ബി ഏബിൾ ടു ഹാവ് എ ക്വസ്റ്റൻ ആൻസർ സെഷൻ. അങ്ങനെ ഒരു സെഷനിൽ സംതിങ് ഹാപ്പൻഡ്. അപ്പം ഈ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ബോയ്, ഭയങ്കര നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു അഡോളസെന്റ്, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള നമ്മുടെ ഒരു ടീനേജർ ആയിട്ടുള്ള ഒരു കുട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദ ബോയ് എക്സ്പ്രസ് ഹിസ് ഫിയർ ടു ടോക്ക് ടു ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. അപ്പൊ പൊതുവെ ആ കുട്ടിയുടെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും, എസ്പെഷ്യലി ടീച്ചേഴ്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള, ഒരു കുറച്ച് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് കുട്ടിയാണ് നമ്മുടെ ഈ കുട്ടി. ബട്ട് എന്താ ഇദ്ദേഹത്തിന് ഹി ഈസ് ജസ്റ്റ് ഹാവിങ് എ ഡൗട്ട്. അപ്പൊ നമ്മുടെ കലാമിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹി ഈസ് നൗ ഹാവിങ് ദറ്റ് കറേജ്. But he admitted that he hadn't yet asked any question in the class. അപ്പം ഇതുവരെ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാത്ത ഒരു കുട്ടിയാണ് നൗ ഹി ഈസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ ഇൻ ദിസ് ബിഗ് ക്രൗഡ്, അത്രയും വലിയൊരു ക്രൗഡിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത്. ആൻഡ് ദിസ് ബോയ് വാണ്ടഡ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബോയ്ക്ക് അവനൊരു മറൈൻ എഞ്ചിനീയർ ആവണം എന്നാണ് ആഗ്രഹം. ആൻഡ് ഡോക്ടർ കലാം വാസ് റിയലി സർപ്രൈസ്ഡ് ആൻഡ് ഹി അപ്രീഷിയേറ്റഡ് ദി ബോയ് ഫോർ ആസ്കിങ് ദി ക്വസ്റ്റ്യൻ. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഇൻ ഓർഡർ ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ, വാട്ട് ഓൾ തിങ്സ് ഷുഡ് ഐ ഡു? ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഡോക്ടർ കലാം ഒരു പോയം, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയം റിസൈറ്റ് ചെയ്യണം. ആ പോയത്തിന്റെ ടൈറ്റിലാണ് ഐ വിൽ ഫ്ലൈ. അപ്പൊ ആ ഒരു പോയത്തിലൂടെ ഹി ഇൻസ്റ്റിൽഡ് ഇൻ ദി യൂത്ത്, he instilled in the minds of youth that how important is the self-confidence, the courage, the confidence that you have within yourself. ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് in order to achieve your dreams. അപ്പോൾ ആ ഒരു പോയത്തിലൂടെ he was actually answering to the question of this particular student. ആൻഡ് അതുവഴി ഒരുപാട് സ്റ്റുഡൻസ് ഇൻസ്പയർഡ് ആവുകയും മോട്ടിവേറ്റഡ് ആവുകയും ചെയ്തു. ആൻഡ് he asked him to fly using
his wings of goodness. അപ്പോൾ നമ്മുടെ കലാം കൊടുത്തിട്ടുള്ള ആൻസർ എന്തായിരുന്നു? You should be flying with the qualities like goodness, trust, potentialities, greatness and confidence. എന്തൊക്കെ കാര്യങ്ങൾ വേണം? നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും you should be good at that. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഗുഡ്നെസ്, എപ്പോഴുമുള്ള ഒരു നന്മ, അതുപോലെ തന്നെ ട്രസ്റ്റ്, വിശ്വാസം, ആൻഡ് ദെൻ പൊട്ടൻഷ്യാലിറ്റീസ്. യു വിൽ ബി ഹാവിംഗ് ലോട്ട് ഓഫ് എബിലിറ്റീസ്. സോ ആ ഒക്കെ പൊട്ടൻഷ്യൽസ് ഒക്കെ യൂസ് ചെയ്ത് അത്രയും കോൺഫിഡൻസോടെ കൂടി നിങ്ങൾക്ക് യു ജസ്റ്റ് ഹാവ് ടു ഡു ദാറ്റ്. ഹി ഓൾസോ എൻകറേജ്ഡ് ഓൾ ഓഫ് ദം ടു ബി യുണീക്ക് ബൈ ഫൈറ്റിംഗ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ ഇൻ ലൈഫ്. അപ്പോൾ എന്താ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു ഫൈറ്റ് എനി ബാറ്റിൽ ആൻഡ് അവർ ലൈഫ്. Okay, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ if you are able to hold within yourself, you will be able to fight any battles and you will be able to achieve your goals. Okay, so that is also over. നമ്മുടെ ആ ഒരു സെക്കൻഡ് ചാപ്റ്ററും ഓവർ ആയിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് യു ആർ നോട്ട് ഹാവിംഗ് ഡൗട്ട്സ്. നമ്മുടെ ചാപ്റ്റർ സമ്മറി വലിയ കുഴപ്പമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Now we have the next chapter, Quest for a Theory of Everything. And this is actually about Stephen Hawking, ഒരു ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ്, ഒരു ലൊക്കേഷൻ പ്രൊഫസർ. അപ്പം അദ്ദേഹം ഒരു മാത്സിലൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പറ്റിയിട്ടാണ്, അദ്ദേഹത്തിന്റെ ലൈഫാണ് നമ്മൾ ഇതിൽ കാണുക. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിംഗ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിട്ടൺ ബൈ കിറ്റി ഗെയിൽ ഫെർഗൂസൺ. അപ്പോൾ അവർ എഴുതിയിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ തുടക്കത്തിൽ കാണുന്നത് യൂഷ്വലി ഒരു കുട്ടിയുടെ ജനനം, അതുപോലെ തന്നെ അവർ ഏതൊക്കെ സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഓക്കെ, അപ്പം സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8th January 1942 in Oxford. അപ്പം അദ്ദേഹത്തിന്റെ പാരന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രാങ്കും അതുപോലെ തന്നെ ഇസബൽ ഹോക്കിങ്ങും ആയിരുന്നു. ആൻഡ് ഭയങ്കര എക്സെപ്ഷണൽ ക്വാളിറ്റീസ് ഒന്നും ഉള്ള ഒരു പേഴ്സൺ ഒന്നും ആയിരുന്നില്ല, ഒരു നോർമൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ഹി വാസ് വെരി ഹാർഡ് വർക്കിംഗ്, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഒക്കെ സെയിന്റ് ആൽബൻ സ്കൂളിലാണ് നടന്നത്. ആൻഡ് 8 years old ആയപ്പോഴേക്കും ഹി വാണ്ടഡ് ടു ബിക്കം എ സയന്റിസ്റ്റ്, ബട്ട് ഹിസ് പേരൻസ് വാണ്ടഡ് ഹിം ടു പെർസ്യൂ ദ കരിയർ ഓഫ് മെഡിസിൻ. ഓക്കെ, ഇനി അതിനുശേഷം ഹി വെന്റ് ടു യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ ഓക്സ്ഫോർഡ് ഫോർ സ്റ്റഡിങ് നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് പഠിക്കുകയാണ്. ആദ്യമൊന്നും അദ്ദേഹത്തിന്റെ കോളേജ് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഹി സ്റ്റാർട്ടഡ് ടു എൻജോയ് എവറിത്തിങ്. അദ്ദേഹം എല്ലാ പരിപാടികളിലും വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എല്ലാ കാര്യങ്ങളും, ഫിക്ഷൻസിലായാലും സ്പോർട്സിലായാലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ടുക്ക് ദ സബ്ജക്ട് ഫിസിക്സ്. ആൻഡ് ദെൻ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഹി സ്റ്റാർട്ടഡ് ടു ഹാവ് സം ഫിസിക്കൽ പ്രോബ്ലംസ്, ഡിഫോമിറ്റീസ്, ശരീരത്തിൽ കുറച്ച് ഡിഫോമിറ്റീസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബട്ട് സ്റ്റിൽ അദ്ദേഹം അതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല. വീണ്ടും അദ്ദേഹം എവിടേക്ക് പോവാണ്, കേംബ്രിഡ്ജിലേക്ക് തന്നെ PhD അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അതോറിറ്റീസ് ടോൾഡ് ഹിം ദാറ്റ്. അപ്പം അതോറിറ്റീസ് പറഞ്ഞത് ആ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് അക്വയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ യു വിൽ ബി അഡ്മിറ്റഡ് ടു ദി പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹോക്കിങ്സിന് ഈ പറഞ്ഞ രീതിക്ക് ഒരു ഫസ്റ്റ് റാങ്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് നേച്ചർ, അദ്ദേഹത്തിന്റെ ആ ഒരു കാലിബറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിറ്റൊക്കെ കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ ഒരു വർഷം. പിന്നീട് ഹി സ്റ്റാർട്ടഡ് ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്. പക്ഷെ വീണ്ടും അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് ആവാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, ഒരു ഡിസീസ് അദ്ദേഹത്തിന് ഉള്ളതായിട്ട് കണ്ടുപിടിക്കുകയാണ്. ആൻഡ് ഡോക്ടേഴ്സ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ഹി സ്റ്റാർട്ടഡ് ടു ഹാവ് ഡിപ്രഷൻ. കാരണം അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോവുകയാണ്. ബട്ട് ഹി കെയിം ബാക്ക്. 2 വർഷം ജീവിച്ചിരിക്കുള്ളൂ എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോഴേക്കുമാണ് സ്വാഭാവികമായിട്ടും ഡിപ്രഷനിലേക്ക് പോയത്. ബട്ട് വിത്ത് ഹിസ് വിൽ പവർ അദ്ദേഹത്തിന്റെ ലൈഫിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു മിറാക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആൻഡ് അതിനുശേഷം അദ്ദേഹം തൻ്റെ ജീവിത സഖിയായിട്ടുള്ള ജെയിൻ വൈൽഡിനെ കണ്ടുപിടിക്കുകയാണ്. അവർ മാരീഡ് ആവുകയാണ്. ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവരവരുടെ ഡിസീസിനെ ഒരു നല്ല രീതിക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഓക്കെ, ആൻഡ് പിന്നെ അതിനുശേഷം വീണ്ടും അദ്ദേഹം തന്റെ സ്റ്റഡീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാണ്. റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ മാരേജ് കഴിയുന്നുണ്ട്. ദെൻ ഹി ഹാഡ് ടു ഡിപ്പെൻഡ്. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഊന്നുവടിയൊക്കെ ഒരു കെയിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു, സ്റ്റാമർ ചെയ്യാൻ, സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര വിക്കി സംസാരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ ഒരു കരിയറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് കരുതിയിരുന്നില്ല. ബട്ട് എന്താണ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്, ഹി കെയിം ടു ബി നോൺ ആസ് എ ജീനിയസ് ആൻഡ് അനദർ ഐൻസ്റ്റീൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഹാർഡ് വർക്ക്, ഇത്തരത്തിലുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ
ഭാവിയിലേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഹി ബിക്കെയിം എ ജീനിയസ് or another Einstein ആ ഒരു ടൈറ്റിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് ഫൈനലി ഹി പബ്ലിഷ്ഡ് എ ബുക്ക് ടൈറ്റിൽഡ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് വീണ്ടും അദ്ദേഹം ഒരുപാട് സയന്റിഫിക് ഡെവലപ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. ആൻഡ് ഫൈനലി ലാസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഹി വാസ് അണേബിൾ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ സഹായം അവിടെ കിട്ടുകയാണ്, ഒരു പ്രോഗ്രാം സൃഷ്ടിച്ചെടുക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് നെയിം ഇസ് ഈക്വലൈസർ. അപ്പം അദ്ദേഹത്തിന് അതുവഴി ലോകത്തോട് സംസാരിക്കാൻ ഒരു വേദി ഒരുങ്ങുകയാണ്. ആൻഡ് ഫൈനലി ഈ പറഞ്ഞ മാതിരി സ്റ്റീഫൻ ഹോക്കിംഗ് ഹി സ്റ്റാൻഡ്സ് ആൻ ഇമേജ് ഫോർ കറേജ് അല്ലെങ്കിൽ ഇമ്മെൻസ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിൽ പവറിന്റെ ഒക്കെ ഒരു യഥാർത്ഥ സിമ്പിൾ ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഓൾറൈറ്റ്, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ്. ആ ഒരു ചാപ്റ്ററും ക്ലിയർ ആയി. ഇനി നമുക്കുള്ളത് ഇഫ് the chapter. If it's a poem and it is written by Rudyard Kipling. Okay. But if എന്ന് പറയുന്നത് it's actually a kind of advice. It's the form of an advice given by a father to his son. അപ്പോൾ അച്ഛൻ മോന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഇഫ് എന്ന് പറയുന്ന ഒരു പോയം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ പറയുന്നത് യു വിൽ ബി സറൗണ്ടഡ് ബൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്പോസിഷൻ. നിന്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം whenever they are criticizing you, you should be level headed. നിന്റെ ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും you should be level headed and you should stay calm. ഒരു വളരെ calm ആയിട്ട് തന്നെ വേണം നീ അതിനെയൊക്കെ നേരിടാൻ. ആൻഡ് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ whenever you are doing something, നീ എന്ത് കാര്യം ചെയ്താലും you should be virtuous in that. അതിലൊരു നന്മ ഉണ്ടാവണം. നിന്റെ ചുറ്റും വളരെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കള്ളം മാത്രം പറയുന്ന, നിന്നെ വെറുക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി there will be people, but you should be virtuous. നീ എന്ത് കാര്യം ചെയ്താലും you should be virtuous and you should have the courage to face criticism. നീ ഒരു പക്ഷേ നീ മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവാം, അതുപോലെ തന്നെ whenever the other person is saying a criticism or something that is true about you, you should also accept that thing. നിന്നെപ്പറ്റി മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോഴും നീ അത് ഒരിക്കലും അതിനെ നല്ലതല്ലാത്തൊരു രീതിയിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ നിന്നെ ബ്ലെയിം ചെയ്യുമ്പോഴേക്കും നീ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നീ ഒരിക്കലും എത്താൻ പാടില്ല. പിന്നെ നമ്മൾക്ക് പറയാവുന്നത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. നമ്മുടെ ജീവിതത്തിൽ വിൽ ബി ഫേസിങ് സക്സസ് ആസ് വെൽ ആസ് ഫെയിലിയർ. അപ്പം യു ഷുഡ് ഹാവ് ടു ട്രീറ്റ് ബോത്ത് ഓഫ് ദം ഇൻ ദ സെയിം മാനർ. അതല്ല സക്സസ് വരുമ്പോഴേക്കും വിൽ ബി എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് ഫെയിലിയർ വരുമ്പോഴേക്കും യു ആർ വെരി ഡെസ്പ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. കാരണം അത് നമ്മളെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യും. ആൻഡ് യു ഷുഡ് ടേക്ക് ബോത്ത് ഓഫ് ദം ഈക്വലി. രണ്ട് കാര്യങ്ങളെയും വളരെ ഈക്വൽ ആയിട്ട് വളരെ സിമിലർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ യുവർ ലൈഫ് വിൽ ബി സ്റ്റേബിൾ, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ പോകും. ഇനി നമ്മളെടുത്ത് പറയുന്നത് അതിന്റെ രണ്ട് ഇമ്പോസ്റ്റേഴ്സ് ആയിട്ടാണ് പറയുന്നത്, ദിസ് ഡെത്ത് ആൻഡ് ട്രയംഫ്. ആൻഡ് ദെൻ പറയുന്നത് whenever you wanted to achieve something in your life, you should take risk. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ റിസ്ക് എടുക്കണം. whenever you wanted to achieve something greater, the risk will be very greater. വലിയ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യണമെന്നുള്ളതെങ്കിൽ അതിൽ റിസ്ക്കും വളരെ കൂടുതലായിരിക്കും. സോ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ there are chances നിങ്ങൾ ഒരു പക്ഷേ ജയിച്ചേക്കാം, ഒരു പക്ഷെ തോറ്റുപോയേക്കാം. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, യു ഷുഡ് ബി ഹാപ്പി. എന്ന് വിചാരിച്ചാൽ ഒരുപാട് ഹാപ്പി ആവണം എന്നല്ല. സെക്കൻഡ് വൺ, നിങ്ങൾ തോറ്റുപോയി കഴിഞ്ഞാൽ എന്താ, ഡോണ്ട് ജസ്റ്റ് ബി ഹേർട്ട്. അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയല്ലോ, അതിങ്ങനെ ഒരു നാളാളോട് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. And what should we do? We should forget the past. നമുക്ക് ആ നടന്നു പോയത് കഴിഞ്ഞു. You should start again and start to work hard for the future. ഇനി വരുന്നതിന് വേണ്ടിയിട്ട് you should work hard. Okay. പിന്നെ നമ്മുടെ അടുത്ത് പറയുന്നത് you should be very trustful. മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് എന്താണ് അവരെ പറ്റി ചീത്ത പറയൂ, അല്ലെങ്കിൽ you should be very trustful to others. And one more thing, നിങ്ങൾക്ക് you'll be having both foes and friends. അതായത് നിങ്ങൾക്ക് എനിമീസും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഉണ്ടാവും. രണ്ട് കൂട്ടർക്കും നിങ്ങളെ ഈ പറഞ്ഞ രീതിക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് എനിമീസിനെ നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. ബട്ട് ഹൗ ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു? നിങ്ങൾക്ക് എങ്ങനെയാണ് ഹേർട്ട് ചെയ്യാൻ പറ്റുക ഫ്രണ്ട്സ്? എങ്ങനെയാ? whenever you are very dependent to someone, നിങ്ങൾ ഒരാളെ മാത്രമായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരാളെ ആശ്രയിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സന്ദർഭം വന്നു, അയാൾ നമ്മുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് നമ്മളോടുള്ള താല്പര്യം കുറഞ്ഞു, സോ ദാറ്റ് ക്യാൻ ഹേർട്ട് യു. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, സോ ഗിവ് an appropriate distance in between friends as well as foes, so that you will be very stable, you won't get hurt. നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ആൻഡ് ഫൈനലി the importance of time is also given a preference. ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് you shouldn't waste even a second. ഓരോ സെക്കൻഡും it is very meaningful, it is valuable. So you shouldn't waste your time, you should work very hard and
you should go with it. And പിന്നെ പറയുന്നത് sometimes you may be very rich. നിങ്ങൾ നിങ്ങളുടെ വലിയ കാര്യം ശരിയാണ്, നിങ്ങൾ നിങ്ങളുടെ പഠിത്തം വിദ്യാഭ്യാസം എല്ലാം കൊണ്ടുമായിരിക്കും you'll be in a very high position, but remember you should come along with the common people. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ even if you are very rich എന്ന് വിചാരിച്ച് don't forget the common people. നിങ്ങൾ ഭയങ്കര പൈസക്കാരുടെയോ അല്ലെങ്കിൽ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടക്കുകയാണെങ്കിലും it is okay, but you shouldn't lose the touch with common people. സാധാരണക്കാരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ യു മസ്റ്റ് നോട്ട് എന്താണ് ബ്രേക്ക്. ആ ഒരു കണക്ഷൻ എപ്പോഴും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. ആൻഡ് വൺ മോർ തിങ്, ലാസ്റ്റത്തേക്ക് പറഞ്ഞ കിപ്ലിംഗ് സ്ട്രെസ്സസ് ഓൺ ദി ആക്ഷൻ വിതൗട്ട് ഡിസേർവ്, equanimity, humility and uprightness, and stresses we have the right to perform your actions, but you are entitled to the fruits of your action. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതിനുള്ള പ്രതിഫലം, the result, the fruits you will have to bear. All right, so that is all about the poem if. Then നമുക്ക് അടുത്തതിലേക്ക് പോവാം. And then Gandhi came. ഇതിലും ഗാന്ധിജി, the influence of Gandhiji in Indian politics. അപ്പം ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും everyone thought that everything will be very fine. പക്ഷേ then also നമ്മുടെ നാട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, the main one was unemployment. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ദി വേർഡ്സ് ഓഫ് ഗാന്ധിജി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം അവിടെ എന്താ ഗാന്ധിജി വന്നിട്ട് he didn't know how to free India from poverty. അപ്പം ആൾക്കാർക്കൊക്കെ അറിയാം സംതിങ് ഇസ് ദർ, പക്ഷെ ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് മനുഷ്യർക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. ആൻഡ് ഹിസ് മെയിൻ ലെസൺസ്, അദ്ദേഹം പഠിപ്പിച്ച മെയിൻ ലെസൺസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് നോൺ വയലൻസ്. രണ്ട് കാര്യങ്ങളാണ് മെയിൻലി അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ഫിയർലെസ്നെസ്, ഒന്ന് പേടിയില്ലാതെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പേടിക്കാണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് യു ഷുഡ് ഫൈറ്റ് ഫോർ ദാറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് നോൺ വയലൻസ്. ആൻഡ് ദെൻ he asked people, മനുഷ്യരോട്, നമ്മൾ അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരോട് പറയുന്നതാണ് യു ഷുഡ് സ്റ്റോപ്പ് അല്ലെങ്കിൽ യു ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ടീച്ചിങ്സ്, അദ്ദേഹം ആൾക്കാരോട് പറയുന്ന ആ ഒരു രീതി കൊണ്ട് തന്നെ ആൾക്കാരുടെ, കോമൺ മാൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് സ്റ്റാർട്ടഡ് ടു ഡെവലപ്പ് എ കൈൻഡ് ഓഫ് കറേജ്. അവർക്കൊരു സൈക്കോളജിക്കൽ ചേഞ്ച് അവരിലേക്ക് വന്നു തുടങ്ങി, ഒരു ഫിയർലെസ്നെസ് അവരിലേക്ക് എത്തി തുടങ്ങി. ആൻഡ് ദെൻ ആ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് മനുഷ്യരിൽ ഫോറിൻ റൂൾ, ഞങ്ങളെ ഇപ്പൊ ഭരിക്കുന്നത് പുറത്തുനിന്ന് വന്ന ഏതോ കൂട്ടരാണ് എന്ന് പറയുന്നത് അവർക്കൊരു ഷെയിം കൈൻഡ് ഓഫ് ഫീലിംഗ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മുടെ ഇന്ത്യൻ പീപ്പിളിന്. അപ്പോൾ അങ്ങനെ ഗാന്ധിജി ഹി സ്റ്റാർട്ടഡ് ടു ചേഞ്ച് അല്ലെങ്കിൽ ഹി സ്റ്റാർട്ടഡ് ടു എവല്യൂഷനൈസ് ദ പീപ്പിൾ. ആൻഡ് ഗാന്ധിജി പറഞ്ഞിരുന്ന മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു ടു ഫോൾഡ് ആക്ഷൻ ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് a two-fold action. Main one എന്ന് പറയുന്നത് that two-fold action. First one to resist the foreign rule, and the other one was to attain fight against social evils. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ഒന്ന് ഫോറിൻ റൂളിനെതിരെ പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ്. സോഷ്യൽ ഈവിൾസ് എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ നമ്മൾ ഫ്രീഡം കിട്ടുന്നതിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് കാസ്റ്റിസം, റേസിസം, അതുപോലത്തുള്ള കാര്യങ്ങൾ, അൺടച്ചബിലിറ്റി പോലുള്ള കാര്യങ്ങൾ. അപ്പം അതിനെതിരെയും ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ടു ഫോൾഡഡ് മാർഗമാണ് ഗാന്ധിജി അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഭാഗമായിട്ട് ഹി വാസ് ആക്ച്വലി എ ലീഡർ. അദ്ദേഹം ഭയങ്കര പോഷനിൽ ഡ്രസ്സ് ചെയ്ത് നടന്നിരുന്ന ഒരാളൊന്നുമല്ല. അപ്പം അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് ഒരുപാട് പേര് യോജിപ്പിച്ച് അവരെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹി സെൻറ്റ് വോളണ്ടിയേഴ്സ് ടു ദീസ് വില്ലേജസ്. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, അൺടച്ചബിലിറ്റി, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്ക്സ്, ഇതിൽ നിന്നൊക്കെ ഇന്ത്യൻ പീപ്പിളിന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഫോർ ഗാന്ധിജി ഹി വാസ് ഹാവിംഗ് എ വെരി പ്രൗഡ് ഫീലിംഗ് അബൌട്ട് ഹിന്ദു ഇൻഹെറിറ്റൻസ്. And he tried to give Hinduism a kind of universal attire which included all religions. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റിലിജൻ ഒന്നും അല്ല. അദ്ദേഹം പറയുന്നത് ഹിന്ദുയിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് all the religions, and it is a fusion of all these, and he attracted common people to India, people of India like a magnet. And here in this piece, appo nammada Nehru, he talks about the power of Gandhi. അദ്ദേഹത്തിന്റെ പവറിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഹി വാസ് ആക്ച്വലി എ വെരി ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്. ഹി അക്വയർഡ് അല്ലെങ്കിൽ ഹി exerted a very great influence on the mind of Indian people, and he was exactly a very good leader for Indian people. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഓർത്ത് വെക്കാനുള്ളത്. നെക്സ്റ്റ്, കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഇത് പി കെ മക്കോപാധ്യായയുടെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്.
പൂക്കളുടെ വില. ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻഡ് ടച്ചിങ് സ്റ്റോറി, വെരി സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി കാണുന്ന ഒരു തീം എന്ന് പറഞ്ഞാൽ സിമ്പതി. മറ്റൊരു രണ്ട് ആൾക്കാർ, ഒരാളോട് നമുക്ക് തോന്നുന്ന ആ ഒരു സിമ്പതി കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്ത് കാണുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഗുപ്ത എന്ന് പറയുന്നത് ഹി ഇസ് ആൻ ഇന്ത്യൻ ഹു ഇസ് ലിവിങ് ഇൻ ലണ്ടൻ. അപ്പോൾ അവിടെ വെച്ച് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഹി മീറ്റ്സ് എ ഗേൾ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അപ്പോൾ അവളെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ മാഗി എന്നാണ്. And she was actually from a very poor family and she wanted to know if Gupta was from India. ഇന്ത്യയിൽ നിന്നാണോ ഗുപ്ത വരുന്നതെന്നായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടിരുന്നത്. Because her brother Frank, he was actually working in military service in India. ഇന്ത്യയിൽ മിലിറ്ററി സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഇവരുടെ ഒരു അറിവ് പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ലോട്ട് ഓഫ് ആനിമൽസ്. അപ്പം ടൈഗേഴ്സും അതുപോലെ സ്നേക്സും അത്തരത്തിലുള്ള ആനിമൽസ് ഒക്കെ ഉള്ളൊരു നാടാണ്. സോ ദിസ് വാണ്ടഡ് ടു നോ ദാറ്റ് ഇന്ത്യയിൽ തങ്ങളുടെ ബ്രദർ ഫ്രാങ്ക് വളരെ സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ദേ വർ വെരി ക്യൂരിയസ്. ആൻഡ് മാഗിക്ക് അവർ വളരെ പെട്ടെന്ന് ക്ലോസ് ആവുകയാണ്. അവർ ഗുപ്ത മാഗിയുടെ വീട്ടിലും അവിടെ അവളുടെ അമ്മേനെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ദിസ് മദർ ഷി വാസ് ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ദ സേഫ്റ്റി ഓഫ് her son. ആൻഡ് അപ്പോൾ ഒരു ദിവസം ഇവിടെ ചെന്നപ്പോഴേക്കും ഹി വാസ് ഷോൺ എ ക്രിസ്റ്റൽ റിംഗ് സെൻഡ് ബൈ ഫ്രാങ്ക്. അപ്പോൾ ഫ്രാങ്ക് അയച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു ഒരു ക്രിസ്റ്റൽ റിംഗ്. ഒരു ദിവസം അവിടെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അവർ കാണിച്ചു കൊടുക്കുകയാണ്. ആൻഡ് ദേ ആസ്ക്ഡ് വെദർ അവൻ സുഖമായിട്ടിരിക്കുകയാണോ, ഈ ഒരു മോതിരം നോക്കിയിട്ട് ക്യാൻ യു ജസ്റ്റ് സേ വെദർ ഫ്രാങ്ക് ഇസ് ഓൾ റൈറ്റ് ഓർ നോട്ട്, അതൊന്ന് പറയാൻ വേണ്ടി ഒന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗുപ്ത ഹി ഇസ് നോട്ട് ഗെറ്റിംഗ് എനി ഐഡിയ, ഇത് എന്താണ് ഇവർ ചോദിക്കുന്നത് എന്നുള്ള രീതിക്ക് ഹി കുഡന്റ് ആൻസർ. കാരണം അതിൽ നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് പല പ്രാവശ്യം അദ്ദേഹം അവിടെ പോയി വളരെ നല്ലൊരു ബന്ധം അവർ തമ്മിൽ ഉണ്ടാവുകയാണ്. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാഗീസ് മദർ ബിക്കെയിം സിക്ക്, കുറച്ച് സുഖമില്ലാണ്ടാവുകയാണ്. ആൻഡ് ആ ഒരു ടൈമിൽ നമ്മുടെ ഗുപ്ത പെയ്ഡ് എ വിസിറ്റ് ദർ. അവിടെ ചെന്നപ്പോഴും വീണ്ടും മാഗി ടോൾഡ് ഹിം, അല്ലെങ്കിൽ അവളും അമ്മയും കൂടെ ഇയാളെ വീണ്ടും ആ ഒരു ക്രിസ്റ്റൽ റിംഗ് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ക്രിസ്റ്റൽ റിംഗ് എടുത്ത് കാണിക്കുമ്പോഴേക്കും ഹി ഈസ് അഗെയിൻ ഗെറ്റിംഗ് നോ ഐഡിയ, ഇതിനെപ്പറ്റി അദ്ദേഹത്തിന് യാതൊരു ധാരണയില്ല. പക്ഷെ എന്നിരുന്നാലും he just says that ആ ഒരു റിംഗ് കണ്ടിട്ട് പറയാണ് യുവർ സൺ ഇസ് സേഫ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമ്മയുടെ അസുഖം മാറി ഷീൽ ബി ഗെറ്റിംഗ് വെൽ എന്ന് വിചാരിച്ചുകൊണ്ട് he is just saying that yeah everything is well, ഫ്രാങ്ക് നന്നായിട്ടിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും she get up, അല്ലെങ്കിൽ the mother soon became very well, നല്ല സുഖമായിട്ട് എഴുന്നേറ്റ് വരികയാണ്. പക്ഷേ later Gupta was very shocked to know about the truth that Frank had died in a war. ഒരു യുദ്ധത്തിൽ ഫ്രാങ്ക് മരിച്ചുപോയി എന്ന് അവൻ പിന്നീടാണ് അറിയുന്നത്. ആൻഡ് അദ്ദേഹം അവൻ നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ടെന്ന് ഇവരുടെ അടുത്ത് പറയുന്നതിനേക്കാളും ലോങ് എഗോ അവൻ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഫാൾസ്ലി ഗിവൺ ടു ദം, അത് വെറുതെ അയച്ചിട്ടുള്ള ഒരു സാധനമാണ്. ആൻഡ് നൗ ഗുപ്ത ഈസ് ഹാവിങ് എ ന്യൂ ജോബ് ഇൻ ഇന്ത്യ. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആൻഡ് അതിനു മുന്നേ തിരിച്ചു പോകുന്നതിന് മുന്നേ മാഗിനെ അവൻ കാണുന്നുണ്ട്. ആൻഡ് മാഗി ഷീ ജസ്റ്റ് ഹാൻഡഡ് ഓവർ സം ഫ്ലവേഴ്സ് ടു ഗുപ്തയ്ക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ട് പറയാണ് ക്യാൻ യു ജസ്റ്റ് പുട്ട് ദിസ് ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ്, എൻ്റെ ബ്രദറിൻ്റെ ശവകുടീരത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഷീ ജസ്റ്റ് ഹാൻഡ് ഓവേഴ്സ് ദാറ്റ് flowers to Gupta, and he was very sad and he just went upstairs to pack. Okay, so that is all about that chapter. Now we have another philosophical poem, that is Death the Leveler. Idum oru philosophical poem aanu. It is about the effect of death inde oru എന്താണ് ഡെത്ത്, അല്ലെങ്കിൽ ഡെത്ത് വാട്ട് ഇസ് ഡെത്ത്, അല്ലെങ്കിൽ വാട്ട് ആർ ദി കോസസ് ഓഫ് ഡെത്ത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ഹിയർ ഡെത്ത് ഇസ് പെർസണിഫൈഡ് ആൻഡ് ദ പോയറ്റ് സേസ് ദ ഗ്ലോറീസ് ഓഫ് എ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്ന ഭയങ്കര ഗ്ലോറി, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം, അല്ലെങ്കിൽ കാശ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ദേ ആർ ജസ്റ്റ് ഷാഡോസ്, അതൊക്കെ വെറും നിഴൽ മാത്രമാണ്. ദേ ആർ നോട്ട് ഹാവിങ് എനിത്തിങ് സീരിയസ് ഇൻ ഇറ്റ്, അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഡെത്ത് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ്സ് ഓൺ ഓൾ ലൈക്ക്. അപ്പം പൈസക്കാരനാണോ അല്ലെങ്കിൽ പാവപ്പെട്ടവനാണോ എന്നൊന്നും നോക്കാണ്ട് ഡെത്ത്, മരണം, അതിൻ്റെ തണുത്ത കൈകൾ അത് ഏതൊരു മനുഷ്യൻ്റെയും അടുത്തേക്ക് കൊണ്ടുവെക്കാറുണ്ട്. ആൻഡ് ഡെത്ത് ഇസ് നോട്ട് ഹാവിങ് എനി പാർഷ്യാലിറ്റി, ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാണ്ട് ഹി വിൽ കം ടു എനി വൺ. അത് കിങ്സ് ആവട്ടെ, ക്ലൗൺസ് ആവട്ടെ, വലിയ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരാവട്ടെ, ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാവട്ടെ, അവിടെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് ഹി വിൽ ജസ്റ്റ് കം. ആൻഡ് scepter and this crown of the king fall down and lie equal to the dust with the poor peasants, kitty and spade. അപ്പം ഈ രാജാവിൻ്റെ
ചെങ്കോലും കിരീടവും അത് ആരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാധാരണ പാവപ്പെട്ട മനുഷ്യർ കിടക്കുന്ന മണ്ണിനടിയിലേക്ക് അവിടേക്ക് തന്നെ പോവേണ്ടതാണ്. ആൻഡ് വേൾഡ്ലി വിക്ടറി, നമുക്ക് ഭൂമിയിൽ താമസിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏതൊരു വിക്ടറിയും അതിനെ എത്ര പെട്ടെന്ന് നമുക്ക് ശൂന്യമാക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ be futile within minutes or seconds by the coming of death. Okay, and some men, ചില ആൾക്കാരൊക്കെ they'll reap the heads of their enemies-ന്റെ കഴുത്തൊക്കെ ഇങ്ങനെ അറുത്ത് ബാറ്റിൽ ഫീൽഡ്സിൽ ഇടാറുണ്ട്. and then you'll be getting യുദ്ധത്തിൽ ഭയങ്കരമായിട്ട് വിജയിച്ചു വന്ന ആൾക്കാരുടെ ഒരു അപ്രിസിയേഷൻ ഒക്കെ they'll be getting. പക്ഷേ എന്ത് സംഭവിക്കും? they also should surrender in front of death. അവരും ഭാവിയിൽ എന്ത് ചെയ്യേണ്ടവരാണ്? മരണത്തിന് കീഴ്പ്പെടേണ്ടി വരുന്നവരാണ്. ബട്ട് ഇഗ്നറന്റ് പീപ്പിൾ കിൽ ഈച്ച് അതർ ലൈക്ക് തോട്ട്ലെസ് ബീസ്റ്റ്. പക്ഷേ മനുഷ്യൻ ഇതിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. they will be just killing each other. Early or late they also shall stoop to fate and they also shall give up their murmuring breath and creep to death. അപ്പോൾ അവരും ഏതൊരു മനുഷ്യനും അവരുടെ ലാസ്റ്റ് ബ്രെത്ത് അവിടെ നിർത്തിവെച്ചിട്ട് he will also have to surrender to death. Strength and courage to shall pass. അപ്പോൾ നമുക്ക് എത്ര കറേജും സ്ട്രെങ്ത് ഉണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരും. we all die helpless and weak. എല്ലാവരും മരിക്കും. നമുക്ക് ഒരു രക്ഷയില്ലാണ്ട് നമ്മൾ മരിക്കുന്ന അവസ്ഥകൾ നമുക്ക് തീർച്ചയായും ഉണ്ടാവും. And the garlands on our hearts wither and lose their charm and the victories they once proclaimed are forgotten. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയൊക്കെയോ അപ്രീസിയേഷൻസ്, നമ്മുടെ തലയിലുള്ള പൂക്കിടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞ വിജയങ്ങളെല്ലാം അതെല്ലാം മറന്നു പോകും. we too lose our charm and like pale captives we creep to. അപ്പോൾ നമ്മൾ ജയിലറകളിൽ അടയ്ക്കപ്പെടുന്ന ആൾക്കാരെ പോലെ തന്നെ we'll also get into the hands of death. അപ്പം മരണത്തിന്റെ അൾത്താരയിൽ in the altar of death we all are saved, the victor as well as the victim. ഒരു ആളെ മരണത്തിന് വിധിക്കുന്ന ആളും കൊല്ലപ്പെടുന്ന ആളും മരണത്തിന്റെ മുന്നിൽ they are equal and the winners will also be sent to the called tombs. അവരും ഈ പറഞ്ഞ മാതിരി ഒരു മരണത്തിന്റെ ശയ്യയിൽ അല്ലെങ്കിൽ ഭയങ്കര തണുത്തറച്ച് കിടക്കുന്ന ഒരു ഇതിലേക്ക് തന്നെയായിരിക്കും പോവുക. ഇനി ആകപ്പാടെ നമുക്ക് നോക്കാനുള്ളത് we must return to dust from which we all came. അപ്പോൾ നമ്മൾ അവസാനം നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ we'll have to go back. അപ്പോൾ ഇവിടെ ജെയിംസ് ഷേർലി പറഞ്ഞു വെക്കുന്നത് about the human actions. മനുഷ്യൻ ചെയ്യുന്ന ആക്ഷൻസ് മാത്രമേ എപ്പോഴും അവന്റെ കൂട്ടത്തിൽ ഉണ്ടാവുള്ളൂ even though after his death. അപ്പം മരണത്തിന് ശേഷവും അവനെ ഒരു മനുഷ്യനെ ഓർക്കണമെങ്കിൽ it will be because of his actions. And it also tries to prove that death shows no distinction between high and low, rich and poor, strong and weak. The poem also reminds about the good deeds done in our life will remain with forever. It will crown us even after death. അപ്പം മരണത്തിന് ഈ പറഞ്ഞ മാതിരി പാവപ്പെട്ടവനോ ചെറുതോ വലുതോ എന്നുള്ള നോട്ടം ഒന്നുമില്ല. പകരം നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, നമ്മുടെ ആക്ഷൻസ് മാത്രമേ അന്നും ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത നമ്മുടെ HW ലോങ്ഫെല്ലോയുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദി ഹീലിംഗ് പവർ ഓഫ് നേച്ചർ. നേച്ചറിന് എത്രത്തോളം നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എത്ര ബുദ്ധിമുട്ടിയിരിക്കുകയാണെങ്കിലും, എത്രത്തോളം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ എത്ര വറീഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും ഹൗ നേച്ചർ ക്യാൻ പെസിഫൈ അസ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, and the morning sun shining in the woods and hills and asks readers to return to nature to soften their mind. Okay, and now നമ്മുടെ പോയിന്റ് പറയുന്നത് if you are tired, if you are tense, you just go back to nature. The poem opens with a description of grand, glorious returning march of the sun, which poet witnessed from the top of a hill. Nature, the princess, has been waiting long under captivity. Now the city gates, heaven's wide arc is glorious with the night's arrival. So nature, the princess, was actually waiting for the arrival of sun. Appo nammude poet, he is now on a hillside and he is viewing the sunrise. And then sun's glory outshines everything else, and the clouds that have gathered midway round the wooded height and now look like army overpowered in battle. അപ്പോൾ അതിന് ചുറ്റുമുള്ള ക്ലൗഡ്സ് അത് ഭയങ്കര ഹൈറ്റിലേക്കൊക്കെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് എൻ ആർമി. അതിന് ചുറ്റും നിൽക്കുന്ന ഒരു ആർമി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് നൗ the veil of the cloud is lifted from above the face of princess. അപ്പോൾ നമ്മുടെ പ്രിൻസസിന്റെ മേലേക്ക് കിടക്കുന്ന ആ ഒരു വെയിൽ, ആ ഒരു മൂടുപടം, അത് it is removed and the sun's first rays leave a mellow blush on her. അപ്പോൾ സണ്ണിന്റെ ചെറിയ പ്രകാശങ്ങൾ ഒരു ബ്ലഷ് പോലെ അതിന്റെ മേലേക്ക് പതിക്കുകയാണ്. Nature begins to smile and the rich valley begins to glow with all her charm. The distant waters dash. അപ്പോൾ
ദൂരത്ത് നിന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്യുന്നതും അതിൻ്റെ കേൾ വിൻഡിൻ്റെ ഒക്കെ ഒച്ച നമുക്ക് കേൾക്കാം. ആൻഡ് ദ ലേക്സ്, നേച്ചേഴ്സ് ബ്ലൂ ഐസ്, ലേക്സിനെ നേച്ചറിൻ്റെ ബ്ലൂ ഐസ് ആയിട്ടും, അതുപോലെ തന്നെ വിത്ത് ദ സിൽവർ ബീച്ചസ് ആൻഡ് ദ വുഡ്സ് bending over them like eyelashes brighten up. അപ്പം നമ്മുടെ ലേക്സിനെ നല്ല ബ്ലൂ, നേച്ചറിൻ്റെ ബ്ലൂ ഐസ് ആയിട്ടും നല്ല അവിടെ നിൽക്കുന്ന മരങ്ങളെയൊക്കെ ദി ഐലാഷസ് ആയിട്ടും ഒക്കെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആൻഡ് from the beautiful sights of the valley, the poem gradually moves on to the mesmerizing sounds. ഇനി നമ്മൾ കേൾക്കുന്ന സൗണ്ട്സിനെ പറ്റിയിട്ടാണ് അടുത്തൊരു സ്റ്റാൻസിൽ പറയുന്നത്. വിൻഡിൻ്റെ സൗണ്ട്, അകലെ ഹിൽസിൽ നിന്ന് പോകുന്ന എന്താണ് വെള്ളച്ചാട്ടങ്ങളുടെ സൗണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ബെൽസിന്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് അവിടെ വി ക്യാൻ ഹിയർ ദാറ്റ്. Then whenever you are surrounded with sorrows of life, whenever you fall upon the thorns of life and bleed, go to the woods and hills. അപ്പോൾ നിങ്ങൾ എപ്പോൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ups or downs ഒക്കെ വരികയാണെങ്കിൽ, you just go back to nature and it will pacify you. And the poem actually holds images of love, adventure and the battle abound in the poem. Soft gales going forth to kiss the sun-clad vales, and the mellow blush of day evoke an atmosphere of love, whereas returning March horse in battle overthrown the shattered lanes and suggestive of adventure and battle. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ നമുക്കൊരു ബാറ്റിൽ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറിന്റെ ഫീൽ തരുന്നുണ്ട്. At the same time it also indicates the theme of love. Okay, so that is all about the chapter. The sunrise in the hills. Okay, ഇനി നമുക്ക് we have one more, the next chapter, the trip of Leh Horla. അപ്പോൾ ട്രിപ്പ് ഓഫ് ലേ ഹോർല എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി എ ബലൂൺ ജേർണി. ഒരു ബലൂൺ ജേർണിയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു ബലൂൺ ജേർണിക്ക് മുന്നേ ഉള്ള കുറച്ച് ഡിസ്ക്രിപ്ഷനും, ഒരു ബലൂൺ ജേർണിയിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസുമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പം and this balloon journey, it was on July 8th. The author, നമ്മുടെ ഇതിന്റെ author, he got a telegram from Captain Jarvis. You can also join us in this balloon journey എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടും. And when he was there, അവിടെ ചെല്ലുമ്പോഴേക്കും the balloon was in the ground, ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. And it felt like a huge cake, ഒരു വലിയ കേക്ക് പോലെയൊക്കെയാണ് അത് എന്നെ കണ്ടപ്പം തോന്നിയത്. All the people were looking at Leh Horla very anxiously. Leh Horla rose up with a huge cheering and applause. അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ ഇതിനെ ഭയങ്കര ആൻഷ്യസ് ആയിട്ടൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് ഫൈനലി ഈ ലേ ഹോർല അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്, അത് റൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പം അത് എല്ലാവരും വളരെ ചിയർ ചെയ്താണ് അതിനെ പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ മേളിലോട്ട് പോകുന്നത്. ആൻഡ് ദ ബലൂൺ നൗ റീച്ച് 2000 feet ഹൈ. ആൻഡ് അതിലെ പാർട്ടിസിപ്പൻസ് അവർക്ക് they could see the entire paracity full they could see now, and the participants were very happy, they were enthusiastic that they can see the beautiful sights below. അപ്പം when it was night, they could hear the sounds of animals and birds from the village. അപ്പം നൈറ്റിൽ പ്രത്യേകിച്ച് സീൻസ് ഒന്നും കാണാനില്ല, ചെറിയ ലൈറ്റ്സ് ഒക്കെ കാണാം, അതുപോലെ തന്നെ നല്ല സൗണ്ട്സ് they could hear. ആൻഡ് അപ്പം ബലൂൺ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മേളിലോട്ട് തന്നെയാണോ പോകുന്നതെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ they have a way, and moving up down through cigarette paper down. അപ്പോൾ സിഗരറ്റ് പേപ്പർ താഴേക്ക് ഇടുക. ആൻഡ് when the cigarette paper went down fast, താഴേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ it means that the balloon is flying up. അതേസമയം ആ പേപ്പർ മേളിലോട്ടാണ് നല്ലതായിട്ട് പോകുന്നതെങ്കിൽ it means that the balloon is flying down. Okay, അപ്പോൾ ആ ബലൂണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് they were having lot of സാൻഡ് അതിലുണ്ടായിരുന്നു, സാൻഡ് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം വളരെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ബലൂൺ ജേർണി, ആ ഒരു ബലൂൺ ട്രാവൽ. പക്ഷേ പെട്ടെന്ന് സംതിങ് ഹാപ്പൻഡ്. അത് നമ്മുടെ ഒരു വിൻഡിൻ്റെ ഇടയിൽ, ഒരു കാറ്റിൻ്റെ ഇടയിൽ ഈ ബലൂൺ കുടുങ്ങുകയാണ്. അപ്പം ആ കാറ്റ് ഇറ്റ് ബിക്കെയിം ഡേഞ്ചറസ്. അപ്പം തൊട്ടടുത്തുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഒരു അലാമിങ് സൗണ്ട്, എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴുള്ള ഒരു സൗണ്ടൊക്കെ വെച്ചിട്ട് they just scattered. And everyone in that balloon was very terrified. എല്ലാവർക്കും ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. But Captain Jarvis, along with this crew, they managed it very well. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് മാലറ്റ് ആയിരുന്നു. He was the first assistant of Jarvis and he supported him very well. അവർ എന്ത് ചെയ്തു? He cut the rope again and suddenly balloon reached down. അപ്പം അവർ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു. ഒരാളെയും ഭയങ്കര കൂടുതലായിട്ട് ടെൻഷനൊന്നും അടുപ്പിക്കാണ്ട് they cut the rope and the balloon reached down. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ബലൂൺ താഴേക്ക് റീച്ച് ചെയ്തു. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന പെസൻസ് ഒക്കെ ഈ ട്രാവലിന് വന്ന ആൾക്കാരെയൊക്കെ വളരെ സേഫ് ആയിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ എത്തിച്ച് അവരെ തിരിച്ചു നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആൻഡ് ഈ ഒരു ട്രാവലോഗ് അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി
by saying a congratulations and appreciation to Captain Dawes and his team for controlling the whole journey very cautiously. And even though dangerous situations came up, they were able to manage all these things without making others worry. So their willpower as well as their determination made that thing possible. And Maupassant gives a description of so beautifully so that we can feel that we see the journey from the beginning till the last. നമ്മൾ ആ ഒരു സ്റ്റോറി കണ്ടാൽ ആ ഒരു ജേർണി നമ്മൾ കണ്ട ഒരു ഫീലിലാണ് Maupassant ഈ പറഞ്ഞ ഒരു ട്രാവലോഗ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓൾ റൈറ്റ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്ന ഒരു ട്രാവലോഗ്. ആൻഡ് നൗ വി ഹാവ് the sacred turtles of Kandavur. Okay. അപ്പോൾ ഇവിടെ ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഒരു ഫിജിയൻ ഐലൻഡിലെ അവരുടെ ഒരു റിച്വൽ, അവരുടെ ഒരു റിച്വൽ സംബന്ധമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നെമുവാന എന്ന് പറയുന്ന ഒരു വില്ലേജ്, ഫിജിയൻ ഐലൻഡിലെ ഒരു സ്ഥലമാണ് നെമുവാന. ആൻഡ് അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിനൈക്കോബ എന്ന് പറയുന്ന ഒരു പ്രിൻസസ് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് എ വൈഫ് ഓഫ് എ ചീഫ് ഇൻ ദാറ്റ് ഏരിയ. അവിടുത്തെ ഒരു ചീഫിന്റെ ഭാര്യയായിരുന്നു. ആൻഡ് ഷി വാസ് ഹാവിങ് എ ഡോട്ടർ നെയിംഡ് റോഡലിസ്. ഓക്കെ, അപ്പം അവർ രണ്ടുപേരും വളരെ ജോളിയായിട്ട് ബാക്കിയുള്ളവർ ജോലിക്ക് പോകുന്ന സമയത്ത് ദിസ് പ്രിൻസസ് ആൻഡ് ദ ഡോട്ടർ ദേ യൂസ്ഡ് ടു ക്യാച്ച് ഫിഷസ് ക്യാപ്ചർ ചെയ്ത് വളരെ ലെഷറായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന രണ്ട് ആൾക്കാരായിരുന്നു. പക്ഷെ ഒരു ദിവസം അവരറിയാണ്ട് അവർ ചില്ല് ചെയ്ത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നതിനിടയ്ക്ക് ദേ ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു ഗെറ്റ് അവേ ഫ്രം ദി ഷോർ. അവരുടെ തീരത്ത് നിന്ന് അറിയാണ്ട് അവരിങ്ങനെ ദൂരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഇവരെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു നാട്ടിലെ ഒരു ഷിപ്പ്, ഒരു കാനോ, ഒരു വഞ്ചി ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് നബുക്കലേബു എന്ന് പറയുന്ന വില്ലേജിലെ ആൾക്കാരായിരുന്നു ആ വഞ്ചിയിലുണ്ടായിരുന്നത്. ആൻഡ് ദേ പ്ലാൻഡ് ടു കിഡ്നാപ്പ് ദീസ് ലേഡീസ്. അവരെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആൻഡ് ഫൈനലി ദേ കോട്ട് ദം, അവരെ പിടിക്കുകയാണ്. ആൻഡ് ദേ വാണ്ടഡ് ദം ടു ഗെറ്റ് ദം ടു ദെയർ വില്ലേജ്, അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആൻഡ് ദീസ് ലേഡീസ് ആസ്ക്ഡ് ഫോർ ദെയർ ഹെൽപ്പ് ആൻഡ് ദേ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട്, ഞങ്ങളെ തിരിച്ചു വിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ദേ ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴേക്കും ദി അറ്റ്മോസ്ഫിയർ സ്റ്റാർട്ടഡ് ടു ചേഞ്ച്. അപ്പം ഇവരുടെ അടുത്ത് നടക്കുന്ന ആ ഒരു അനീതിയൊക്കെ കണ്ടപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ദ സ്കൈ ടേൺഡ് ബ്ലാക്ക് ആൻഡ് ദ വിൻഡ് ബിഗാൻ ടു ഹോൾ. അപ്പം പ്രകൃതി എന്ന് പറയുന്ന പ്രകൃതിക്ക് തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല. പ്രകൃതി തന്റെ വേറൊരു ഭാവം അവിടെ എടുക്കുകയാണ്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു ബിഹേവ് വെരി ടെറിബ്ലി. അപ്പം എങ്ങനെ സംഭവിച്ചു? അവരുടെ ക്യാനോ, അവരുടെ ആ വഞ്ചി വള്ളമൊക്കെ ആ ഒരു തിരയിലൊക്കെ പെട്ട് മറിഞ്ഞു പോവുകയാണ്. ആൻഡ് അതിലേക്ക് വേവ്സ് ഒക്കെ വന്ന് കയറുന്നുണ്ട്. ആൻഡ് വെൻ ദേ ലാസ്റ്റ് ലുക്ക് ഡൗൺ, അവർ താഴേക്ക് നോക്കിയപ്പോഴേക്കും ദ ബോഡീസ്, അപ്പോൾ ആ സ്ത്രീകളുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ബോഡീസിന് പകരം നൗ ദേ കുഡ് സീ ദ ടേർട്ടിൽസ്. അപ്പോൾ ആ ടേർട്ടിൽസ് വേഗം തന്നെ വേവ്സിലേക്ക്, ആ കടലിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ദി സീ ബിക്കെയിം വെരി കാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആയി. ആൻഡ് ദി ഫിഷർമെൻ, ആ പറഞ്ഞ മീൻപിടുത്തക്കാരൻ, ദേ വർ സ്കേർഡ് ആൻഡ് ദേ ജസ്റ്റ് വെന്റ് ബാക്ക് ടു ദെയർ വില്ലേജ്. പക്ഷെ അവർ ആരുടെ അടുത്തും ഈ നടന്ന കാര്യങ്ങളൊന്നും എവിടെയും പറയാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു കാരണത്താൽ നമ്മുടെ എവിടെയാണ് നെമുവാനയിലെ വില്ലേജസ് അവർ ദേ സ്റ്റാർട്ടഡ് ടു കൺസിഡർ ദീസ് ടേർട്ടിൽസ്, അത് അവർ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ദേ വിൽ ഓൾവേസ്, ഇപ്പോഴും നെമുവാനയിലെ ആ ഷോറിൽ ഒരു പ്രത്യേക തരം റിച്വൽ നടക്കാറുണ്ട്. ഈ റോഡലിസിനും അതുപോലെ തന്നെ തിനൈക്കോബയ്ക്കും വേണ്ടി ആൾക്കാർ, യുവതികൾ നമ്മൾ വന്നിട്ട് ദേ വിൽ ബി ചാൻറ്റിങ്, അവരെന്തെങ്കിലും മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തും. ആൻഡ് ആ ഒരു ഇത് കേൾക്കുമ്പോഴേക്കും ദീസ് ടേർട്ടിൽസ്, സീയുടെ ഉള്ളിലുള്ള ടേർട്ടിൽസ് ദേ വിൽ കം അപ്പ്, ആ സർഫസിലേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് സംടൈംസ് ദേ ഡു നോട്ട് അപ്പിയർ. ആരെങ്കിലും ചില സമയത്ത് ഈ ടേർട്ടിൽസ് ഒന്നും പുറത്തോട്ട് വരുന്നില്ല. പക്ഷെ അതിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നത് ഇവരുടെ എനിമി വില്ലേജ് ആയിട്ടുള്ള നബുക്കലേബു, ആ ഒരു രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വില്ലേജിൽ നിന്നുള്ള ആരോ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സിഗ്നൽ കൊണ്ടാണ് ഈ ടേർട്ടിൽസ് മേളിലേക്ക് കയറി വരാത്തത് എന്നാണ് പറയുന്നത്. അപ്പം ഒരിക്കലും ഈ ഫോർ ദേ റെക്കഗ്നൈസ് ദെയർ എനിമീസ്, സീ ടേർട്ടിൽസ് നെവർ ഫർഗെറ്റ് ദോസ് ഹു ഹാവ് മെയ്ഡ് ദം റോങ്. അതുകൊണ്ടാണ് നെബുക്കലേബു അല്ലെങ്കിൽ എനിമി വില്ലേജസിൽ നിന്നുള്ള ആരെങ്കിലും ഉള്ളത് കൊണ്ടാണ് ടേർട്ടിൽസ് മേലോട്ട് കയറി വരാത്തത് എന്നുള്ളൊരു വിശ്വാസവും ദേ ആർ ഹാവിങ് even now also. Okay, and now we have disasters and disaster management in India.
ഇന്ത്യ നമുക്കറിയാം, ഇന്ത്യ വളരെയധികം ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് ഡിസാസ്റ്റേഴ്സ്. ആൻഡ് വി ഷുഡ് ബി വെരി എക്യുപ്ഡ് വിത്ത് ദി ടു കോപ്പ് അപ്പ് വിത്ത് സിറ്റുവേഷൻസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ടത്തേക്കാളും നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് സംഭവിക്കുന്ന ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഇറ്റ് ഇസ് ഹാവിംഗ് ഗ്രേറ്റർ ഇന്റൻസിറ്റി ആസ് വെൽ ആസ് ഫ്രീക്വൻസി. കൂടുതലാണ് നമുക്ക് കിട്ടുന്ന ഡിസാസ്റ്റേഴ്സിന്റെ ഒക്കെ ഇന്റൻസിറ്റി, തീവ്രത വളരെ കൂടുതലാണ്. ഓക്കെ, ഇന്ത്യ, ചൈന, അതുപോലെ ബംഗ്ലാദേശ്, ഇവർക്കൊക്കെ നമ്മൾ വി ആർ ഫേസിങ് ഫ്ലഡ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോട്ട്, ഇറ്റ് ഈസ് ഓൾസോ എ വെരി സീരിയസ് ഇഷ്യൂ. ദെൻ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാവാൻ കാരണമെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. അപ്പം നമുക്ക് ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോസ്റ്റൽ ലൈൻസ് നമുക്ക് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ലോട്ട് ഓഫ് പെരനിയൽ റിവേഴ്സ്, അതുപോലെ തന്നെ സ്നോ ക്ലാഡ് പീക്സ്, സ്നോ ഒക്കെ ഒരുപാടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ തന്നെയും ഈ പറഞ്ഞ ഡിസാസ്റ്റേഴ്സിനൊക്കെ കാര്യമാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, എർത്ത് ക്വേക്സ്, ഹീറ്റ് വേവ്സ്, ഹെയിൽ സ്റ്റോംസ്, സൈക്ലോൺസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടും അതിൻ്റെ ഒപ്പം നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ എന്താ നമുക്ക് സംഭവിക്കുക? ഒന്നാമത് നമ്മുടെ ജീവൻ, ലൈഫ് ലോസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്കണോമിക്കായും അതുപോലെ തന്നെ എന്തൊക്കെയാ ഒരുപാട് ഡിസ്ട്രക്ഷനും ഡാമേജും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മെയിൻലി പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ, ഇതൊക്കെ വളരെ പെട്ടെന്ന് എഫക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനെ മെയിൻലി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് മേക്ക് അപ്രോപ്രിയേറ്റ് things to deal with disaster management. അതുപോലെ തന്നെ help from the central government also should be there. And രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ through proper coordination of various departments, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നിന്നിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നേരിടാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ റെസ്ക്യൂ ടീംസ് ഷുഡ് ബി given with special skills and attitudes. Rescue teams, it should be properly trained. And then finally they should be equipped with latest technologies. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതല്ല, ഇപ്പോഴത്തെ കാലത്തുള്ള മോഡേൺ ആയിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജീസ് തന്നെ വെച്ച് they should be equipped. Then ഇനി നമുക്കുള്ളത് ദി സെറാങ് ഓഫ് റാണാഗഞ്ചി. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വിൽ ബി സീയിങ് എ വെരി ടച്ചിങ് സ്റ്റോറി ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ഡോക്ടർ എ.ജെ. ക്രോണിൻ. ഹി വാസ് എ ഡോക്ടർ ഫ്രം ഒരു സീ വോയേജിൽ ഹി വാസ് എ ഡോക്ടർ ആൻഡ് ഹി ഈസ് നൗ സർവിങ് ആസ് എ ഡോക്ടർ ഇൻ ദിസ് ക്രൂസ്. ആ ക്രൂസിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ആൻഡ് ഹി ഈസ് നൗ ട്രാവലിംഗ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നൗ. ആൻഡ് he was an ugly, അപ്പോൾ ആ ഒരു ജേർണിയിൽ we could meet an ugly person and he is actually named as റാണാഗഞ്ചി. ഷിപ്പിന്റെ റാണാഗഞ്ചി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ പറഞ്ഞ ആള്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആദ്യം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരു ലേഡിയുടെ ഒരു കമന്റോട് കൂടിയാണ്. ആ ലേഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ one sentence was actually given by, and this Ranaganji's real name is Hassan. ഓക്കെ, ആ ഹസനെ പറ്റിയിട്ട് പറയുന്നത് ഒരു അമേരിക്കൻ ലേഡി, ആ ഒരു ലേഡിയുടെ റിമാർക്കാണ് പറയുന്നത്. ഹി ഈസ് എൻ അഗ്ലി മാൻ വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് ലാർജ് ഹെഡ്. അപ്പം ഹി ഈസ് എ വെരി അഗ്ലി മാൻ വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് വലിയ തലയും ചെറിയ കാലുകളൊക്കെ ഭയങ്കര അഗ്ലി ആയിട്ടുള്ള ഒരു മാനാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ സോ ദിസ് ക്രൂസ് അല്ലെങ്കിൽ ദിസ് ഷിപ്പ് വാസ് ഹാവിങ് ലോട്ട് ഓഫ് ടൂറിസ്റ്റ് ആൻഡ് അവരുടെ ഫാമിലീസ് ഒക്കെ ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോർട്ടിൽ അവിടെ ലേ ചെയ്യുമ്പോഴേക്കും ദേ വിൽ ബി ഗെറ്റിംഗ് ഔട്ട് ഫോർ ഷോപ്പിംഗ് ആൻഡ് തിങ്സ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും someone in the ship they were diagnosed with smallpox. അപ്പം ഈ കാര്യം നമ്മുടെ ക്യാപ്റ്റനെ അറിയിക്കുകയാണ്. ആൻഡ് ക്യാപ്റ്റൻ asked others to advise the doctor. ഡോക്ടർ പറയാണ്, നമ്മുടെ ഡോക്ടറെ എടുത്തുകൊണ്ട് കാണിച്ചപ്പോഴും he asked to isolate these patients. ഈ പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, and it was Hassan or the Ranaganji who helped to isolate all these people. അപ്പം അദ്ദേഹം ഈ സ്മോൾ പോക്സ് വന്ന ആൾക്കാരെയൊക്കെ പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ സയൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് നൗ ഹസൻ വാസ് ആക്ച്വലി ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദീസ് പീപ്പിൾ. അപ്പോൾ ആ ഒരു സ്ഥലത്ത്, ആ ഒരു ഷിപ്പിൽ ഇവരെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലവും ഒക്കെ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച് അവരെ ഐസൊലേറ്റ് ചെയ്യുകയാണ്. ആൻഡ് he took much care about all these people who were having this disease. അപ്പോൾ ഒരുപാട് പേര് കോമയിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് he took extreme care of all these patients.
ഇനി അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ he was really from Punjab and his parents they wanted to South India. അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് പോയി. And now this man Hasan is not having any saving. പ്രത്യേകിച്ച് സേവിങ്സ് ഒന്നുമില്ല. അദ്ദേഹത്തിന് ലാൻഡിൽ ചെന്നിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഏതാണ്ട് 10-15 വർഷത്തോളമായി അദ്ദേഹം ഈ പറഞ്ഞ ഷിപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. ആൻഡ് നൗ നമ്മുടെ ഡോക്ടർ ക്രോണിൻ ഇദ്ദേഹം ചെയ്യുന്ന ഈ വർക്ക് ഒക്കെ കണ്ടിട്ട് പറയാണ്, സോ ഐ ക്യാൻ റെക്കമെൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ജോലികൾക്കൊക്കെ യു ക്യാൻ ഹാവ് എക്സ്ട്രാ ആയിട്ട് പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടാം. ബട്ട് ഹസൻ ഇസ് റെഫ്യൂസിങ് ഓൾ ദീസ് തിങ്സ്. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഹസൻ ഇസ് റെഫ്യൂസിങ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് നൗ കുറേയധികം പേര് ഈ സ്മോൾ പോക്സ് പെട്ട് മരിച്ചു പോകുന്നുണ്ട്. അവരൊക്കെ ഈവൻ ദോ ഹി വാസ് എ മുസ്ലിം ആണെങ്കിൽ പോലും ഈ മരിച്ച ആൾക്കാരൊക്കെ he even read രാമായണ. ഹിന്ദുസ് മരിച്ച അവർക്കൊക്കെ രാമായണത്തിലെ ചെറിയ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടാണ് he pulled off these dead bodies to the sea. അപ്പോൾ അത്രയധികം കെയറിങ് അല്ലെങ്കിൽ അത്രയധികം ഒരു മ്യൂച്വൽ ഒരു കമ്മ്യൂണൽ ഹാർമണി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ റാണഗഞ്ചി അല്ലെങ്കിൽ നമ്മുടെ ഹസന്റെ ക്യാരക്ടർ ഈ ഒരു സ്റ്റോറിയിൽ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഫൈനലി എന്ത് സംഭവിച്ചു, ഈ ഒരു വോയേജ് എൻഡ് ചെയ്യാണ്. ആൻഡ് എല്ലാവരുടെയും ലഗേജ് ഒക്കെ എടുത്ത് എല്ലാവരും പോവുകയാണ്. ആൻഡ് ഫൈനലി വി ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ദറ്റ് ലേഡി അഗെയിൻ. അവർ വീണ്ടും പറയാണ്, the dirty creature during the whole village. എവിടെയാ? She was surprised to see that the dirty creature. She asked Ronin where he had kept that dirty creature during the whole voyage. അപ്പം ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും നാൾ ഇത്രയും വൃത്തികെട്ട ഈ മനുഷ്യനെ എവിടെയായിരുന്നു നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നത്? ആൻഡ് ഹാവ് യു ഹാഡ് കെപ്റ്റ് ഹിം ഇൻ എ കേജ്? ഒരു കൂട്ടിലെങ്ങനെ അടച്ചിട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്ന് ക്രോണിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ഈസ് റിപ്ലൈയിങ് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് that him അല്ലെങ്കിൽ ഇവനെ അല്ല, we don't have to keep him in that village, it is because the animals, നിങ്ങളെ പോലുള്ള ആനിമൽസ്, നിങ്ങളെ പോലെ കേജിന് പുറത്തുള്ള ആനിമൽസിനെയാണ് we really have to put inside the cage. അങ്ങനെ പറഞ്ഞിട്ടാണ് the story ends. അപ്പം നമ്മുടെ സെറാങ് ഓഫ് റാണഗഞ്ചി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത്രയും വളരെ എഗ്ലി ആണെന്ന്, ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെ മോശമാണ്, ബട്ട് ഹിസ് ബിഹേവിയർ ഇസ് റിയലി ഗുഡ്. ഇനി നമുക്ക് പിന്നെ ഉള്ളത് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. അപ്പം ഇവിടെ ഇറ്റ് ഇസ് റിട്ടൺ ബൈ ബെഞ്ചമിൻ പെക്കേറ്റ്. ഇവിടെ നമ്മൾ കാണുന്നത് ദാറ്റ് ടൈറ്റാനിക് റെക്ക്, അതിൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡീൽ ചെയ്യപ്പെട്ടത്, അതിലെ കമാൻഡേഴ്സ്, അതിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, ഹൗ ദേ കോൺട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ഹൗ ദേ ഈവൻ ഗേവ് ദർ ലൈഫ് ടു ദ പീപ്പിൾ, അതിലുണ്ടായിരുന്ന ആൾക്കാർക്ക് വേണ്ടി അവരെങ്ങനെയാണ് അവരുടെ സ്വന്തമായിട്ടുള്ള ലൈഫ് വരെ വേണ്ട എന്ന് വെച്ചതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഓൺ April 14, 1942 ടൈറ്റാനിക് വിത്ത് 200 and 100 passengers collided with the iceberg at Atlantic Ocean. ആ ഒരു സമയത്താണ് അത് നടന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ഹീറോയിക് ആക്ട്സ് ഓഫ് കറേജ്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ കമാൻഡേഴ്സിൻ്റെയൊക്കെ ഒക്കെ ഒരു ഹീറോയിക് ആയിട്ടുള്ള ആക്ട് കാരണം മാത്രമാണ് അതിൽ രക്ഷപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ അത്രയും പറഞ്ഞ കുറച്ച് ആൾക്കാരെങ്കിലും അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പം when the luxurious ship started its voyage, എല്ലാവരും they were like, oh, this is the best craft that man can make. ഇത്രയും വലിയൊരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഇനി ഒരിക്കലും മനുഷ്യന് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് they were praising this ship. അപ്പം അവർ ഒരിക്കലും ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇത്രയും അടിപൊളിയായിട്ട് തുടങ്ങിയ ഒരു യാത്രയ്ക്ക് ഇത്രയും വലിയൊരു വളരെ മോശമായിട്ടുള്ള അത്രയെങ്കിലും ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു എൻഡ് ഒരിക്കലും തന്നെ അവർ ഡിമാൻഡ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബട്ട് ടുവേർഡ്സ് എൻഡ് ഓഫ് ദറ്റ് വി ക്യാൻ സീ ക്യാപ്റ്റൻ സ്മിത്ത് ആൻഡ് കമാൻഡർ ഓഫ് ദി സീ, ദി കമാൻഡർ ഓഫ് ദി ഷിപ്പ് ആൻഡ് ഹിസ് ക്രൂ. അപ്പം ദേ വർ റിയലി പാട്രിയോട്ടിക് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു, ആദ്യമേ അവർക്ക് വേണമെങ്കിൽ ദേ കുഡ് ഹാവ് സേവ് ദെയർ ലൈഫ്, ബട്ട് ദേ paid attention to women and children and get into the lifeboats. അവരെ ലൈഫ് ബോട്ട്സിലേക്ക് വേഗം കയറ്റി വിടുകയാണ് ചെയ്തത്. And then the band played the hymn Near My God to Thee. ഇതിലൊക്കെ the poet compares this incident to the patriotic incidents of Trafalgar, Alamo and Waterloo and Light Brigade. അപ്പം ഈ പറഞ്ഞ അത്രയും അധികം ഈ പറഞ്ഞ ഇൻസിഡന്റ്, അതായത് ഈ കമാൻഡർ ഈ ടൈറ്റാനിക് ഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും രക്ഷിച്ചു എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റ്, the poet is comparing that to other patriotic incidents in history. And now the poem is actually written in a very simple and lucid language, but it actually picturizes something that is very related to reality. Okay, so that is all about that poem. Then gooseberries, and ഈ ഒരു gooseberries എന്ന് പറയുന്നത് ആന്റൺ ചെക്കോവിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇവിടെ നമുക്ക് we can see two brothers, first one Ivan Ivanich and Nikolai Ivanich. Okay,
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൽഡർ ആയിട്ടുള്ളത് ഇവാൻ ആണ്, ആൻഡ് ഹി ഈസ് എ വെറ്ററിനറി സർജൻ. ആൻഡ് സെക്കൻഡ് വൺ നിക്കോളായ് ഇസ് എ ഗവൺമെന്റ് സെർവന്റ്. അപ്പം ഇവാൻ എന്ന് പറയുന്നത് ഹി ഈസ് വെരി ഹാപ്പി വിത്ത് ദ കൈൻഡ് ഓഫ് ലൈഫ് ദാറ്റ് ഹി ഈസ് ലീഡിങ് നൗ. പക്ഷേ നിക്കോളായ് ഹി ആക്ച്വലി ഡ്രീംഡ് ഓഫ് എ പീസ്ഫുൾ ലൈഫ് ഇൻ എ വില്ലേജ് സൈഡ്. അപ്പോൾ അവിടെ ഒരു ചെറിയ വീടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് ഒക്കെ ആയിട്ട് അവിടെ ഒന്ന് പീസ്ഫുൾ ആയിട്ട് ജീവിക്കണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. സോ ഇവാൻ തൻ്റെ സഹോദരന്റെ കഥയൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് when he meet ബർക്കിൻ എന്ന് പറയുന്ന ആളെ വീട്ടിൽ പോയി അവനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ ഈ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ഇവർ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് മഴ പെയ്യാണ്. ആൻഡ് ദേ ജസ്റ്റ് വെന്റ് ടു അലിയോക്കിന്റെ ഹൗസിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ഹി വാസ് ആക്ച്വലി ലൈക്ക് എ പ്രൊഫസർ, ഭയങ്കര സ്റ്റൗട്ട് ആയിട്ടുള്ള ഒരു വലിയൊരു ബംഗ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് these friends were having a very good time. ഇവർക്ക് നല്ലൊരു സമയമാണ് ഉണ്ടാവുന്നത്. ആൻഡ് ദെൻ they were also received by the cook, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സെർവന്റ് പെലഗയ എന്ന് പറഞ്ഞ ലേഡി. അവരിവരെ സ്വീകരിച്ചിരുത്തുന്നൊക്കെയുണ്ട്. ആൻഡ് നൗ ഇവാൻ സ്റ്റാർട്ടഡ് ടു കണ്ടിന്യൂ ഹിസ് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാണ്. ചൈൽഡ്ഹുഡിലൊക്കെ ആണെങ്കിലും ഇവരുടെ അച്ഛൻ നേരത്തെ മരിച്ചു പോയിട്ടുള്ളതുകൊണ്ട് ഇവരുടെ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം their father sisters were sold for debts. അപ്പോൾ കടങ്ങളൊക്കെ വിടാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛൻ്റെ എസ്റ്റേറ്റ് ഒക്കെ നേരത്തെ തന്നെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നിക്കോളായ് ഹാഡ് എ ഗുഡ് ജോബ്, പക്ഷേ ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ഹിസ് ജോബ്. അപ്പോൾ ആ ജോബിലൊന്നും തീരെ സാറ്റിസ്ഫൈഡ് ഇല്ല. നൗ ഹി ഹാസ് മാരീഡ് എ ഒരു വിഡോവിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് ലവ്, അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നുമല്ല, ബിക്കോസ് ഹി ജസ്റ്റ് വാണ്ടഡ് ടു ബൈ an estate there. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു റിച്ച് വിഡോനെ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആൻഡ് നൗ പെട്ടെന്ന് തന്നെ ആ വിഡോ മരിച്ചു പോയിട്ടുണ്ട്. ആൻഡ് നൗ ഹി ഹാസ് പ്ലാന്റഡ് ലോട്ട് ഓഫ് ഗൂസ്ബെറീസ് നിയർ ദർ. അപ്പം നൗ ഹി ഈസ് ഹാവിങ് ലോട്ട് ഓഫ് പോർ പെസൻസ്. അവൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ആൻഡ് ഇപ്പം അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേക്കും ഹോളിഡേയ്സിലേക്ക് അവൻ്റെ പെസൻസിന് ഒരുപാട് വോഡ്കയൊക്കെ കൊടുക്കുന്ന അത്തരത്തിലുള്ളൊരു മുതലാളിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് നൗ ഒരു ദിവസം എന്താണ് നിക്കോളായ് അടുത്തേക്ക് നമ്മുടെ ഇവാൻ പോകുന്നുണ്ട്. ഇവാനെ നമ്മുടെ നിക്കോളായ് ഒരുപാട് എന്താണ് ഈ ഗൂസ്ബെറീസ് ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട് മീലിൻ്റെ ഒക്കെ കൂടെ. പക്ഷെ നമ്മുടെ ഇവാൻ ഈ പറഞ്ഞ സാധനങ്ങൾ, ഈ പറഞ്ഞ ഗൂസ്ബെറീസ് ഒക്കെ ഹി ടേസ്റ്റഡ് ലൈക്ക് ബിറ്റർ ആയിട്ടാണ് തോന്നുന്നത്, ഭയങ്കര കയ്പുള്ള സാധനങ്ങളായിട്ടാണ് തോന്നുന്നത്. ബട്ട് ഫോർ നിക്കോളായ് അതൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനങ്ങളായിട്ടാണ് നിക്കോളായ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ദ ഡിഫറെന്റ് അപ്രോച്ചസ് ദാറ്റ് ബോത്ത് ദീസ് ബ്രദേഴ്സ് ഹാവ് ടേക്കൺ ടുവേർഡ്സ് ലൈഫ്. ഒരാൾക്ക് ഇതൊക്കെ തീരെ താല്പര്യമില്ല എന്നുള്ള രീതിക്കും മറ്റൊരാൾക്ക് ഇതൊക്കെ തന്നെയാണ് വലിയ കാര്യം എന്നുള്ള രീതിക്കുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ദ സ്റ്റോറി എൻഡ്സ് വിത്ത് ഇവാൻസ് റിക്വസ്റ്റ് ടു എലിയോക്കിൻ ടു ഡു സംതിങ് ഗുഡ് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും എലിയോക്കിൻ്റെ അടുത്ത് നമ്മുടെ ഇവാൻ പറയാണ് യു ഷുഡ് ഓൾസോ ഡു സംതിങ് ഗുഡ്, കാരണം നിനക്ക് നല്ല പൈസ കിട്ടണം, അപ്പോൾ യു ഷുഡ് ഓൾസോ ഡു ഗുഡ്. പക്ഷേ എങ്കിൽ ബോത്ത് ദി ഫ്രണ്ട്സ് ബോക്കിൻ ആൻഡ് എലിയോക്കിൻ ദേ വർ നോട്ട് അറ്റ് ഓൾ interested in the story. അവർക്ക് ഈ സ്റ്റോറി ഒന്നും കേട്ടിട്ട് പ്രത്യേകിച്ച് താല്പര്യം തോന്നില്ല. ആൻഡ് നൗ ഇവാൻ ഇസ് മേക്കിംഗ് എ കമന്റ്. ഇതിപ്പോൾ ഞാൻ വല്ല സുന്ദരികളായ വല്ല ലേഡീസിനെ പറ്റിയിട്ടൊക്കെ പറയുകയായിരുന്നെങ്കിൽ they would have that interest, ഇവർക്ക് കുറച്ചുകൂടെ സന്തോഷമൊക്കെ ആയേനെ എന്ന് പറഞ്ഞിട്ടാണ് we concludes it. Okay, and now we are going for another poem. വില്യം വേർഡ്സ്വർത്തിന്റെ ടു സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു പോയമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വളരെ ഇൻസോമാനിയ ബാധിച്ചിട്ടുള്ള തീരെ ഉറക്കമില്ലാത്ത ഒരിക്കലും ഉറക്കം കിട്ടാത്ത ഒരാളെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിൽ മെയിൻലി 2 സെറ്റിംഗ്സ് ആണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പോയറ്റ്സ് ഇമാജിനേഷൻ. അവിടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇമാജിൻ ചെയ്യുക, എനിക്ക് ഉറക്കം വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം നേച്ചറിനെ പറ്റി ഇമാജിൻ ചെയ്യുന്നുണ്ട്, തനിക്ക് പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് രണ്ടാമത് ഹി കംസ് ടു റിയാലിറ്റി, നെക്സ്റ്റ് സെറ്റിംഗിലേക്ക് വരുമ്പോൾ. അപ്പം ഇവിടെ വി ആർ ഹാവിങ് 14 ലൈൻസ്. ജനറലി ഒരു പോയത്തിന് 14 ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സോണറ്റ് എന്നാണ് പറയുക. അതിന്റെ ഫസ്റ്റ് സെറ്റിന് നമ്മൾ ഓക്ടറ്റ് എന്നും സെക്കൻഡ് സെറ്റിന് നമ്മൾ സെസ്റ്ററ്റ് എന്നുമാണ് പറയുക. പക്ഷേ ഇവിടെ ദിസ് ഇസ് നോട്ട് സച്ച് എ കൈൻഡ് ഓഫ് വൺ. ഇവിടെ അൺയൂഷ്വലി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 സ്റ്റാൻസാസ് ഉണ്ട്. ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് സ്റ്റാൻസസ് കൺസിസ്റ്റിംഗ് ഓഫ് 4 ലൈൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗത്ത് ഹീസ് ഇസ് ഇമാജിനിങ് എന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് കാണുന്നത്? A flock of sheep that walks past the poet in single file. അപ്പോൾ കുറച്ച് ആട്ടിൻ പറ്റങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് റെയിൻഫോൾ, തൊട്ടപ്പുറത്ത് റെയിൻഫോളിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ബീസ് ബസ് ചെയ്യുന്ന ബീസിൻ്റെ ഒച്ച നല്ലോണം കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൗണ്ട്, വിൻഡ് ബ്ലോ ചെയ്യുന്ന ചെറിയായിട്ടുള്ള ഒച്ച, വാട്ടർ റീച്ചസ്, പയ്യെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി
സീയിലേക്ക് എത്തുന്ന ഒച്ചകളൊക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹി ക്യാൻ സീ ഫീൽഡ്സ് വിച്ച് ഹാവ് ബീൻ പ്ലോഡ് ഈവൻലി. അപ്പോൾ ഈ ഫീൽഡൊക്കെ പ്ലോ ചെയ്യുന്ന ഒച്ചകൾ, ഇത്തരത്തിലുള്ള ഒച്ചകളൊക്കെ അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ദ പോയറ്റ് സീസ് ദാറ്റ് ഹി ഹാസ് തോട്ട് അബൌട്ട് ഓൾ ആസ്പെക്ട്സ്. അപ്പം നേച്ചറിന്റെ ഇത്രയും ഭംഗിയുള്ള എല്ലാ ആസ്പെക്ട്സിനെ പറ്റിയിട്ടും അദ്ദേഹം ചിന്തിച്ചു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ഹി കുഡന്റ് ഗെറ്റ് എ പ്രോപ്പർ സ്ലീപ്പ്. ആൻഡ് നൗ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? We'll have to imagine hearing the sound of melody songs and small birds that live along the trees. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് ഉറക്കം വരുന്നില്ല. ഇനി നൗ കുറച്ച് ഒച്ചകളും തൊട്ടടുത്തുള്ള ട്രീയുടെ അവിടെ കുറേ കിളികളെയും അതുപോലെയൊക്കെ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പക്ഷേ he couldn't even get sleep. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടും he couldn't even get sleep. ഇനി അടുത്തത് അദ്ദേഹം ഒരു നമ്മുടെ സ്ലീപ്പിന്, ഉറക്കത്തെ തന്നെ ഒരു ഹ്യൂമൻ ഫിഗറായിട്ട്, ഒരു മനുഷ്യനായിട്ട് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഓക്കെ, ആൻഡ് നൗ ഹി ഹാഡ് ബീൻ ബോത്ത് സൈലന്റ് ആൻഡ് ക്രാഫ്റ്റി ആൻഡ് യെറ്റ് ഹി കുഡന്റ് ഗ്രാസ്പ് ഹോൾഡ് ഓഫ് സ്ലീപ്പ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് എന്ത് വരുന്നില്ല? ഉറക്കം വരുന്നില്ല. ഓക്കെ, ആൻഡ് ഫൈനലി ഹി അപ്പീൽസ് ടു ദ ഫിഗർ ഓഫ് സ്ലീപ്പ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രസന്റ് നൈറ്റ് ഇസ് നോട്ട് വേസ്റ്റഡ് ഇൻ ദ സെയിം വേ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നൈറ്റെങ്കിലും എനിക്കൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങണം എന്ന് വിചാരിച്ച് ഹി അപ്പീൽസ് ടു ദ ഫിഗർ ഓഫ് സ്ലീപ്പ്. And now the poet respectfully tells sleep that morning doesn't have much value if one is not able to sleep in the night. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ഒരാൾക്ക് നല്ല രീതിക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാവിലെകൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലാത്തപ്പോഴാണ് നമ്മൾ നല്ലതായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് പിറ്റേ ദിവസം നമുക്ക് പുതിയ തോട്ട്സ് ആൻഡ് പുതിയ ഐഡിയാസ് ഒക്കെ വരുന്നത് അപ്പോഴാണ്. സോ sleep that separates one day from next and that one gives birth to new thoughts and makes one feel healthy and fit. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പം ഒരാൾക്ക് പുതിയതായിട്ട് നല്ല സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ ഹീൽ ബി ഹാവിങ് ന്യൂ തോട്ട്സ് ആൻഡ് ഐഡിയാസ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഹീൽ ബി ഏബിൾ ടു സ്റ്റേ ഫിറ്റ് ആൻഡ് ഹെൽത്തി. ഓക്കെ, ഇനി നമുക്കുള്ളത് ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക്. ഇവിടെ നമ്മൾ പുറത്ത് നടക്കാൻ പോകുന്ന ആ ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നത്. മാക്സ് ബീർബോം ഇതിൽ അദ്ദേഹം പറയുന്നത്, ഒരിക്കലും എന്നെ ഒരാൾ നിർബന്ധിച്ച് ഒരു വാക്കിന് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന്റെ മാത്രം ഇന്റൻഷനോട് കൂടി ഞാൻ നടക്കാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യൂസ്ലെസ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ whenever you are going for a walk, you should also enjoy the scenic beauty of nature. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരിക്കലും എന്താണ് നടക്കാൻ പോകുമ്പോൾ ഒരു കമ്പാനിയൻ കൂടിയുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് ഹി ഓൾസോ ഷെയർസ് എൻ എക്സ്പീരിയൻസ് വിത്ത് സച്ച് എ കമ്പാനിയൻ. അങ്ങനെ ഒരാളുടെ കൂടെ നടക്കാൻ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നമ്മുടെ പോയറ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു നടക്കാൻ പോയ ആ ഒരു വാക്ക് ഇറ്റ് വാസ് ആക്ച്വലി എ ഫെയിലിയർ, ഭയങ്കരമായിട്ട് ഫെയിൽ ആയി പോയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ആൻഡ് ഹ്യൂമറസ്ലി ഹി ഓൾസോ പോസസ് എ ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി ഗോ ഫോർ എ വാക്ക് ആൻഡ് വാക്കിംഗ് സേക്ക്. അപ്പം വാക്കിംഗ് എന്ന് പറഞ്ഞാൽ വാക്കിങ്ങിന് നടക്കാൻ പോകുന്നതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമാണോ? അക്കോർഡിംഗ് ടു him, if one person with the intention of physical fitness alone, his purpose will definitely, ഒരാൾ നടക്കണം അല്ലെങ്കിൽ എൻ്റെ ശരീരം നന്നാക്കണം അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് നന്നായിരിക്കണം മാത്രം എന്നുള്ളൊരു എയിമിലൂടെയാണ് വാക്കിന് പോകുന്നതെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഹി ഈസ് ജസ്റ്റ് ഡൂയിങ് ദാറ്റ് മെക്കാനിക്കലി. പക്ഷെ നേരെ തിരിച്ച് നേച്ചർ എൻജോയ് ചെയ്ത് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഭയങ്കര ക്രിയേറ്റീവായിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ ഹിം. ഇനി ബീർബോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിസ് റൈറ്റിംഗ്സ് ആർ എക്സ്ട്രീംലി പേഴ്സണൽ, നല്ല പേഴ്സണൽ ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് അദ്ദേഹം എഴുതാറുള്ളത്. ആൻഡ് ഹി ഈസ് ജസ്റ്റ് സേയിങ് ദാറ്റ് any physical exercise should be harmonious process by blending brain, body and soul. ഏതൊരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിലും അത് ബ്രെയിൻ, ബോഡി ആൻഡ് സോൾ ഇതെല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന രീതിക്ക് അതിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവത്തിലായിരിക്കണം. ആൻഡ് ഹി സ്ട്രെസ്സസ് ഫോർ വാക്കിംഗ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ഫോഴ്സ്ഫുള്ളി ഡൺ. ഇതൊരിക്കലും ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാവുന്നതല്ല. അൺലെസ് യു ആർ ഹാവിംഗ് ദാറ്റ് ഏർജ് ടു ഡു ദാറ്റ്. അപ്പം എന്നിരുന്നാൽ മാത്രമേ അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഹി കൺക്ലൂഡ്സ് ഹിസ് എസ്സേ ബൈ, അപ്പോൾ ഇവിടെ പറയാണ് ഫിസിക്കൽ എക്സസൈസ് വാക്കിംഗ് ഹി വിൽ നെവർ ഗോ ഫോർ ഇറ്റ്. ആരെങ്കിലും നിർബന്ധിച്ചാൽ ഐ വോണ്ട് ഗോ ഫോർ സച്ച് എ എക്സസൈസ്. ആൻഡ് നൗ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിട്ടൺ ഇൻ എ വെരി തോട്ട് പ്രൊവോക്കിംഗ്, നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു as well as a humorous one ആണ് this essay. And now we have the cyberspace assertion. ഓക്കെ, അപ്പോൾ സൈബർ സ്പേസിന്റെ കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സൈബർ സ്പേസ് നമുക്ക് എന്തൊക്കെ തരുന്നു? ഇറ്റ് ഗിവ്സ് പ്രൈവസി ആസ് വെൽ ആസ് ഫ്രീഡം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് സൈബർ സ്പേസിൽ നിന്ന് കിട്ടാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ നോക്കുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു കുറച്ച് ടെക്കീസ് അല്ലെങ്കിൽ എക്സ്പേർട്സിന് മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സ്പേസ് ആയിരുന്നു സൈബർ സ്പേസ് എന്ന്. പക്ഷേ ഇന്ന്
സൈബർ സ്പേസ് ഇസ് ഗിവൺ ടു എവ്രി വൺ. എല്ലാവർക്കും കയറാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അച്ചീവബിൾ ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു റെസ്ട്രിക്ഷനോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് സൈബർ സ്പേസ്. അപ്പോൾ സൈബർ സ്പേസിനെ ഇറ്റ് ഇസ് കമ്പയർഡ് ടു റിയൽ എസ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അവിടെ വെനെവർ വി ആർ ഹാവിങ് എ പ്ലേസ്, നമുക്കൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിൽ നമുക്ക് ഒരു പക്ഷേ സ്കൂൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിൽഡിങ്സോ ഒക്കെ ഉണ്ടാവാം. സോ ലൈക്ക് വൈസ് ഇവിടെ സൈബർ സ്പേസിൽ വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ്. ചില വെബ്സൈറ്റ്സ് ഇറ്റ് ക്യാൻ ബി പെയ്ഡ്, സംടൈംസ് അതർ വൺസ് മേ ബി നോൺ പെയ്ഡ്, പേയ്മെന്റ് കൊടുക്കാത്തതായിട്ടുള്ള വെബ്സൈറ്റ്സും നമുക്ക് സൈബർ സ്പേസിൽ അവൈലബിൾ ആയിട്ടുണ്ടാവാം. സച്ച് മിസ്യൂസസ്. അപ്പം ഇനി സൈബർ സ്പേസിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നത് പോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ബി മിസ്യൂസ്ഡ്. അപ്പം നമ്മൾ സൈബർ സ്പേസിൽ നമ്മളെ നോക്കാൻ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വി ഷുഡ് ഇമ്പോസ് എ സെൽഫ് റൂൾ. നമ്മൾ ഇങ്ങനെയേ പോവാവുള്ളൂ എന്നുള്ളൊരു സെൽഫ് റൂൾ, നമ്മളെ തന്നെ ഒരു റൂൾ കൊടുത്ത് വി ഷുഡ് സെറ്റ് എ സെൽഫ് റൂൾ. ഓക്കെ, ഇനി സൈബർ സ്പേസിനെ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ്, സെക്കൻഡ് വൺ ഇൻഫർമേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് സർവീസസ്, റിയൽ കമ്മ്യൂണിറ്റീസ് എക്സെട്ര. ഓക്കെ, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ റിയൽ കമ്മ്യൂണിറ്റീസിലാണ് നമ്മുടെ ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ആൻഡ് എസ് എ ടൈസൺ പറയാണ് സൈബർ സ്പേസിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പവർ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. ഒരു പൈസയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഇത് മാത്രം, അങ്ങനെയൊന്നുമില്ല. ഇവിടെ എവ്രി വൺ ഇസ് ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. മെജോറിറ്റീസിന്റെ കാര്യങ്ങളൊന്നും മാത്രമല്ല. സൈബർ സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് വേൾഡ്, ബട്ട് എവ്രി വൺ ഷുഡ് ടേക്ക് ദ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അവരവർ ചെയ്യുന്നതിന് അവരവർ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ വെനെവർ യു ആർ യൂസിങ് സൈബർ സ്പേസ് യു ഷുഡ് യൂസ് യുവർ വിസ്ഡം. ഓക്കെ, അപ്പം ട്രാക്സിലേക്ക് അല്ലെങ്കിൽ ഫ്ലോസിലേക്കൊന്നും ചെന്ന് ചാടാണ്ട് നോക്കേണ്ടത് ഇറ്റ് ഇസ് ആർ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബൈ മൈക്കൽ സാലമൻ, എ ബ്രിട്ടീഷ് ഓഥർ. ഇവിടെ നമ്മൾ ടെക്നോളജിയുടെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ സീയിങ് ദിസ് വയേർഡ് അല്ലെങ്കിൽ ഐപോഡ് ജനറേഷനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന ഓഥർ ഉൾപ്പെടെ ഹി ഈസ് സേയിങ് ദാറ്റ് ഐ ആം ഓൾസോ ആൻ അഡിക്റ്റ് ടു ദിസ് ടെക്നോളജി. എങ്ങനെയാണ് നോക്കാം, ബാക്കിയുള്ളതിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഹാവിങ് എ നൈറ്റ് ലൈഫ് എന്നാണ് പറയുന്നത്. ബട്ട് ഐ കുഡൻ സി, ആദ്യകാലങ്ങളിലൊക്കെ വി കുഡ് സീ എവറിത്തിങ്. ആൾക്കാർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പൊതുവെ മറ്റുള്ളവർ തമ്മിലുള്ള സംസാരങ്ങളോ യെൽസ് ഇതൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. ബട്ട് നൗ it has changed. ഇപ്പം എല്ലാവർക്കും they are having a jacket and they are having some wires plugged from their jacket pockets. എന്താണത്? ഇപ്പം ഒരാൾക്ക് they are having this iPod അല്ലെങ്കിൽ ചെവിയിൽ ഈ പറഞ്ഞ മാതിരി ഇയർപോഡ്സ് ഉണ്ടാവും. അപ്പം they are all engaged in their own world. അവരെപ്പോഴും അവരുടേതായ ഒരു ലോകത്തിലായിരിക്കും. they don't even care to say hello അല്ലെങ്കിൽ മറ്റൊരാൾ വിളിക്കുന്നുണ്ടോ എന്നുള്ളത് കേൾക്കാൻ പോലും they are not at all ready. Even though നമ്മുടെ ഈ പറയുന്ന ആൾക്ക് പോലും, നമ്മുടെ ഓത്തർ പോലും he was also addict. He is also a technological addict. ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് അഡിക്റ്റഡ് ആണ്. ആദ്യമൊക്കെ he was also using a Walkman. then MP3 പ്ലെയർ ആയി പിന്നീട് ഐപോഡിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. സോ ഇറ്റ് ഹാസ് ബിക്കം എ കമ്പൽസീവ് ഒബ്സെഷൻ. എനിക്കിത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇൻ ഓർഡർ ടു ഡൈവേർട്ട് ഹിംസെൽഫ്, ഒന്ന് കോൺഷ്യസ്ലി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓത്തർ ഹി ഈസ് ഡൂയിങ് സംതിങ്. എന്താ ചെയ്യുന്നത്? അവിടെ അദ്ദേഹം മനഃപൂർവ്വം തൻ്റെ ഫോൺ അല്ലെങ്കിൽ തൻ്റെ ഐപോഡ്സ് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഫോർ ദി ഫസ്റ്റ് ടൈം ആദ്യമൊക്കെ ഹി വാസ് ആക്ച്വലി എക്സ്പീരിയൻസിങ് റിയലി വെരി ഹാർഡ് ടൈം. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹി സ്റ്റാർട്ടഡ് ടു മിങ്കിൾ ടു ദി സൊസൈറ്റി. തൻ്റെ തൊട്ടടുത്ത് സംഭവിക്കുന്നതും തൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളുമൊക്കെ ഹി ഈസ് ഏബിൾ ടു എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് ചേഞ്ച് ഹിസ് വേൾഡ്. അപ്പം ഇപ്പം ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നോളജീസ് കാരണം വി ആർ ജസ്റ്റ് ഇൻവോൾവ് ഓൺലി ഇൻ അവർ ഓൺ വേൾഡ്. അപ്പം അത് മാറ്റിവെച്ച് പുതിയൊരു ലോകത്തിലേക്ക് പോയപ്പോഴേക്കും ഹി കുഡ് എക്സ്പീരിയൻസ് ഓൾ അതർ തിങ്സ്. ആൻഡ് നൗ കമ്മിങ് ടു ദി ലാസ്റ്റ് ചാപ്റ്റർ, ദി കൺസെപ്ച്വൽ ഫ്രൂട്ട്. ഇവിടെ നമുക്ക് ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ് വിൽ ബി റീഡിങ് ഇൻ ദ സ്റ്റോറി. തൈസ ഫ്രാങ്കിൻ്റെയാണ്. ഇവിടെ ഗ്രെറ്റ എന്ന് പറയുന്ന ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു 16-year-old ഗേൾ ആൻഡ് her father അവർ തമ്മിൽ നല്ല ബോണ്ടാണ്. her mother and brother they were pretty busy. ഇവളുടെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ ഇവളുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ ചെവി കൊടുക്കാനോ ഒന്നും ഇവർ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല. ഓക്കെ, ആൻഡ് ദിസ് ഫാദർ നൗ ഹാസ് ടേക്കൻ ഓവർ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് ഹി ഇസ് ദർ
equipping Greta to make a house in that website. അപ്പം അവിടെ ഗ്രേറ്റയുടെ അടുത്ത് അദ്ദേഹം പറയാണ് യു വാണ്ടഡ് ടു മേക്ക് എ ഹൗസ്, സോ ഹീ ജസ്റ്റ് ഹെൽപ്പിംഗ് ദറ്റ് ഗേൾ. അങ്ങനെ ഓരോ വീടൊക്കെ വെക്കുകയാണ്. ആൻഡ് ഗ്രേറ്റ വാസ് ഹാവിംഗ് എ ഡിസയർ ലൈക്ക് ഓരോ സ്ഥലങ്ങളിലും ഷീ വാണ്ടഡ് ടു പ്ലേസ് എ ബൗൾ വിത്ത് സം പീച്ചസ്, പീച്ചസ് വെക്കണം എന്നാണ്. അപ്പം ദ ഫാദർ സെഡ് യാ ഇറ്റ് ഇസ് ഓക്കെ. അപ്പം അദ്ദേഹം പറഞ്ഞു യു ഷുഡ് ക്ലിക്ക് ദർ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു? പീച്ചസ് എന്ന് പറഞ്ഞ വേർഡ്സ് ആണ് അവർ വരുന്നത്. ഓക്കെ, സോ ഗ്രേറ്റ വാസ് റിയലി ഡിസപ്പോയിന്റഡ് ബിക്കോസ് ഷീ ആക്ച്വലി വാണ്ടഡ് റിയൽ ഫ്രൂട്ട്സ് ദർ. പക്ഷേ ദാറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് ആൻഡ് they were just creating rooms. അപ്പം ഗ്രേറ്റ ഹാപ്പി അല്ല, എന്നാലും ഷീ ഈസ് ജസ്റ്റ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഇൻ എ മെക്കാനിക്കൽ വേ. റൂംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ബാത്റൂം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോയപ്പോഴേക്കും ഗ്രേറ്റ ഈസ് സേയിങ് ലൈക്ക് അതിനൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, ബിക്കോസ് വി ആർ നോട്ട് റിയലി ഹാവിങ് എ ഹൗസ്, ശരിക്കുള്ളൊരു വീടല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാത്റൂംസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ആൻഡ് നൗ ഷീ ഈസ് വെരി അൺഹാപ്പി ഇൻ ദി വേൾഡ് ഓഫ് ദിസ് ബോറിംഗ് അൺറിയൽ computers. And now she is bored there and she just leaves to help her mother. അമ്മേൻ്റെ അടുത്തേക്ക് പോവാണ്. And this father is hoping for a better tomorrow for his ഡിസേബിൾഡ് ഗേൾ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഫ്യൂച്ചർ അദ്ദേഹം ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ അവൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് ഒരു ഹൗസ് അവൾ ഡിസയർ ചെയ്യുന്ന പോലെ അത്തരത്തിലുള്ള റിയൽ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചൊരു ഓർച്ചഡ് ഒക്കെയുള്ള ഒരു ഹൗസ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദിസ് ഫാദർ ഇസ് റിയലി ഹാവിങ് എ ലൈക്ക്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ എന്താണ് കോൺസെപ്ഷ്യൽ ഫ്രൂട്ട് ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് ഓൾസോ സംവട്ട് റിലേറ്റഡ് ടു ടെക്നോളജി, വാട്ട് ടെക്നോളജി ഹാസ് ആൻഡ് വാട്ട് ഇസ് ദി what technology lacks. ടെക്നോളജിയുടെ പ്രശ്നങ്ങൾ എന്താണെന്നും നമുക്ക് we can see from this particular chapter. Okay, അപ്പം ഇത്രയാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. And now we have next പോർഷനിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഡിസ്കോഴ്സസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ you will be having some formats, ഒരുപാട് ഫോമാറ്റ്സ് നമുക്കുണ്ട്. അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്ററിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഫ്രം, ദെൻ ഡേറ്റ്, ദെൻ ടു, ദെൻ യു ഹാവ് ദ സബ്ജക്ട് ആൻഡ് ദെൻ സല്യൂട്ടേഷൻ ആൻഡ് ദെൻ സബ്ജക്ട്. ഇതാണ് കൊടുക്കുന്നത്. ഫ്രം അഡ്രസ് ഇസ് ഹിയർ, ആളുടെ പേര് അയാളുടെ അഡ്രസ്സ് കൊടുക്കുക. ദെൻ ഡേറ്റ് ഇസ് ഗിവൺ, ദെൻ ടു അഡ്രസ് ഇസ് ഗിവൺ, ദെൻ സർ സല്യൂട്ടേഷൻ കൊടുക്കുക. സബ്ജക്ട് ഇസ് ദർ, ദെൻ ഗിവ് ദി കണ്ടന്റ് കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ യുവർ സിൻസിയർലി അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ്. Okay, then now we have another one more model ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ടു അഡ്രസ് കൊടുക്കുക, സല്യൂട്ടേഷൻ, then സബ്ജക്ട്. ഓക്കെ, അതും കൺക്ലൂഡ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ഓൾ. ദെൻ നമുക്കുള്ളത് ഇൻഫോർമൽ ലെറ്റർ ആണ്. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും തന്നെ എഴുതാറുള്ളതാണ്. ഇവിടെ നമുക്ക് സെൻഡേഴ്സ് അഡ്രസ്സ് കൊടുക്കാം വിതൗട്ട് ദ നെയിം. സെൻഡറുടെ അഡ്രസ്സിൽ അവിടെ പേര് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട്. അവിടെ ഫ്രം ടൂവിൻ്റെ ആവശ്യമൊന്നും ഇല്ല. സോ ഇറ്റ്സ് ഇൻഫോർമൽ വൺ, ഡിയർ മാഗി, ഹോപ്പ് യു ആർ ഫൈൻ. അങ്ങനെ 2-3 പാരഗ്രാഫ്സ് ആയിട്ടാണ് നമുക്കത് തിരിച്ചു കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഒരു സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നൗ വി ഹാവ് ഇമെയിൽ. ഇമെയിലിന് എങ്ങനെയാണെങ്കിലും നമുക്ക് ടു അഡ്രസ് ആൻഡ് ഫ്രം അഡ്രസ് ഷുഡ് ബി ദർ അല്ലേ. ഇമെയിൽ നമ്മൾ ഫോണിലൊക്കെ അയക്കാൻ അല്ലെങ്കിൽ നമ്മൾ മെയിലൊക്കെ ചെയ്യുമ്പോൾ കാണാറുണ്ട്. അവിടെ ടുവിൻ്റെ സ്ഥാനത്ത് റിസീവേഴ്സ് മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കും. ദെൻ സബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് എന്താണ് ഗ്രീറ്റിംഗ്സ് നമ്മൾ കൊടുക്കുക, സല്യൂട്ടേഷൻ കൊടുക്കുക. നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ. ഓക്കെ, ദെൻ താങ്ക് യു പറഞ്ഞ് കാര്യങ്ങൾ ഫിനിഷ് ചെയ്താൽ ടു ആർക്കാണ് പിന്നെ ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ്. സോ ദാറ്റ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് എൻ ഇമെയിൽ. ദെൻ സ്പീച്ച് വരുമ്പോഴേക്കും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അഡ്രസ് ദി ഓഡിയൻസ്. സെക്കൻഡ് വൺ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു ഒരാളെ എന്താണ് സല്യൂട്ട് ചെയ്യാണ്. അപ്പം ആൾക്കാരെയൊക്കെ പറഞ്ഞ് റെസ്പെക്ട് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ദെൻ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണോ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് അതിനെയൊക്കെ പാരഗ്രാഫ്സ് ആക്കി കൊടുക്കുക. ഇനി റെക്ടറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനിടയ്ക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഉപയോഗിക്കാം. അതുപോലെ കോഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടെ സെമ്മറൈസ് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഈ ഒരു സംസാരിക്കാൻ അവസരം തന്നതിന് ജസ്റ്റ് ഡിനോട്ട് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫൈനലി എൻഡ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സ്പീച്ച്. ദെൻ നമുക്കുള്ളത് പ്രൊഫൈലാണ്. അവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹിൻസ് നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് അവിടെ ഫോമാറ്റ് ചെയ്താൽ മതി. തന്നെ പറഞ്ഞിരിക്കുന്ന ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യമേ തന്നെ കൊണ്ടേ മരിച്ചതല്ല നമ്മൾ ഒരിക്കലും എഴുതി വെക്കുക. യു ക്യാൻ ഗിവ് ദാറ്റ് ആൻഡ് ഓർഡർ ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ, കരിയർ പ്രോബ്ലംസ്, ഫേസ്ഡ് അച്ചീവ്മെന്റ്സ് ആൻഡ് ഡെത്ത്. ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് പോകാവുന്നതാണ്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ഡിബേറ്റ്. ഡിബേറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? 2 ഒപ്പോസിഷൻസ് വേണം. ദെൻ തോട്ട്സ് വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകണം. കമ്മ്യൂണിക്കേറ്റ് യുവർ ഐഡിയാസ് ഇഫക്റ്റീവ്ലി. ദെൻ റൈറ്റ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ യുവർ പോയിന്റ്സ്. ഓരോ ടോപ്പിക്കിനും
പറ്റുന്ന രീതിയിൽ പോയിന്റ്സിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ടതാണ്. ദെൻ ഇന്റർവ്യൂ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ റെലവൻറ്റ് ടോപ്പിക്സ്. പിന്നെ ഒരിക്കലും ഭയങ്കര ക്ലിയർ ആയിട്ട് പോകണം, ഒരിക്കലും ബയാസ്ഡ് ആവരുത്, ഒരാളുടെ ഭാഗം മാത്രം പിടിക്കുന്ന രീതിയിലേക്ക് പോകരുത്. ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓപ്പൺ എൻഡഡ്, അവർക്ക് നല്ല രീതിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണം ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി. ദെൻ നോട്ടീസ് എന്ന് പറയുമ്പോൾ നോട്ടീസിന്റെ ഗൈഡ് ലൈൻസ്, റൈറ്റ് ദ വേർഡ് നോട്ടീസ് ഓൺ ദി ടോപ്പ്. ഇതാ ഇതുപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് സ്കൂളിന്റെ പേര് ഇവിടെ കൊടുക്കാം, ദെൻ നോട്ടീസ് കൊടുക്കാം, ദെൻ വാട്ട് ഈസ് ദാറ്റ് പ്രോഗ്രാം ഓൾ അബൌട്ട്. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഡേറ്റ് കൊടുക്കാം. ഈ പറഞ്ഞ ഇതിനുള്ളിലെ കോണ്ടന്റിൽ യു ഹാവ് ടു മെൻഷൻ ദി എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ആരൊക്കെയാണ് ചീഫ് ഗസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ആൻഡ് ഹൂസ് ഡൂയിങ്, അല്ലെങ്കിൽ ഈ ഒരു നോട്ടീസ് ആരുടെ ഭാഗമായിട്ടാണ് ഇത് അയക്കുന്നതെന്നും കൊടുക്കാം. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് ഓൾസോ ക്ലിയർ. ഇനി ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂം. ഒരു ജോബ് ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾ CV അയക്കുകയാണ്, അതിലൊരു സാമ്പിൾ ലെറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രം അഡ്രസ്സ് കൊടുക്കുക, ഡേറ്റ്, ടു, ദെൻ സല്യൂട്ടേഷൻ, ദെൻ നിങ്ങളുടെ ആ ഒരു സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, ദെൻ റെസ്യൂം ആണ് വരുന്നത്. അവിടെ നെയിം, അഡ്രസ്സ് കൊടുക്കുക, ഇമെയിൽ ID, ദെൻ ഫോൺ നമ്പർ, ഒബ്ജക്റ്റീവ്, എഡ്യൂക്കേഷൻ, അതുപോലെ എക്സ്പീരിയൻസ്, ആക്ടിവിറ്റീസ് കൊടുക്കുക, അച്ചീവ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് കൊടുക്കുക, സ്കിൽസ്, ലാംഗ്വേജ് ആൻഡ് അതർ ഇൻട്രസ്റ്റ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും ചേർക്കാൻ മറന്നു പോകരുത് ഡിക്ലറേഷൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണ് എന്നുള്ള രീതിക്ക് നിങ്ങളത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ടെലിഫോണിക് കോൺവെർസേഷൻ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേണ്ടിയിട്ട് തുടങ്ങുക. അതിനിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ മാതിരി റിക്വസ്റ്റുകളൊക്കെ പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർക്കുമ്പോഴേക്കും താങ്ക് യു ഫോർ കോളിംഗ്, അല്ലെങ്കിൽ സൂൺ, സി യു സൂൺ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഫിനിഷ് ദാറ്റ്. Then now we have a live TV report. ആദ്യമേ നമ്മുടെ റിപ്പോർട്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഏത് സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെന്നാക്കുക. യൂസ് ലൈവ് റിപ്പോർട്ടിംഗ് യൂസേജ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലൈവ് റിപ്പോർട്ടിംഗ് കണ്ടിട്ടുണ്ട്, അത്തരത്തിലുള്ള യൂസേജ് കൊടുക്കുക. അപ്പം തൊട്ടടുത്തുള്ള കോട്ട്സ് ഫ്രം പീപ്പിൾ, അടുത്തിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് കോട്ട് ദോസ് തിങ്സ്. ഇനി ഡീറ്റെയിൽസ്, നമ്പേഴ്സ്, ലൊക്കേഷൻ, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീമിനോട് യോജിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്സ് ആൻ എക്സ്പീരിയൻസ് ടു ദ നെയിം. അപ്പോൾ ആ ഒരു നറേഷൻ നമ്മൾ കാണുന്ന പോലെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ല രീതിക്ക് നറേറ്റ് ചെയ്ത് കൊടുക്കണം, ആ ഒരു എക്സ്പീരിയൻസ്. ദെൻ അവിടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക, ഡിസ്ക്രൈബ് ഈച്ച് പാർട്ട് ഓഫ് യുവർ നറേറ്റീവ്. ദെൻ ഫസ്റ്റ് പേഴ്സണിലായിരിക്കണം സബ്ജക്ട്. ഫസ്റ്റ് പേഴ്സണിലാണ് പറയുന്നതെങ്കിൽ അവിടെ പ്രൊനൗൺ ഉപയോഗിക്കേണ്ടത് ഐ, യു ആർ ഡൂയിങ് ദാറ്റ്. അപ്പം ഐ എന്നുള്ളത് വെച്ചിട്ട് വേണം യു ക്യാൻ യൂസ് ദാറ്റ് നറേഷൻ. ഓക്കെ, ദെൻ ട്രാവൽ എസ്സേ, അവിടെ ട്രാവലോഗ് പോലെ തന്നെ നല്ല എൻ്റർടൈനിങ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. പാസ്റ്റ് ടെൻസിൽ ആയിരിക്കണം കാര്യങ്ങൾ പോകേണ്ടത്. ക്യാച്ച് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഡീറ്റെയിൽസ്, പ്ലേസിൻ്റെയും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് കൊടുക്കുക. ആൻഡ് ദെൻ ഫോർമൽ സ്റ്റേറ്റ്മെന്റ്സ് അവോയ്ഡ് ചെയ്യുക. കോൺവെർസേഷണൽ ടോൺ ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. ആൻഡ് ഹൈലൈറ്റ് വേരിയ അട്രാക്ഷൻസ്, ഒരു പ്ലേസിൽ പോയി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ വേരിയസ് ആയിട്ടുള്ള അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യും. ദെൻ ട്രാവൽ ബ്രോഷർ ആണെങ്കിൽ ഒരു ക്യാച്ച് ടൈറ്റിൽ ഏതുണ്ടാവണം, അതിനൊരു ഓപ്പണിംഗ് സെന്റൻസ് ഉണ്ടാവണം വളരെ ക്യാച്ചി ആയിട്ടുള്ള. ദെൻ മെയിൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, ദെൻ അവിടുത്തെ സീനിക് എത്രയും കാണാനുള്ള എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്കോപ്പ് ഓഫ് ഫോർ അഡ്വഞ്ചേഴ്സ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് പറയുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി അപ്പീലിംഗ് ടു ഓൾ ആർ സെൻസസ്. നമുക്ക് എങ്ങനെ കേട്ടാലും എല്ലാ തരത്തിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് അപ്പീലിംഗ് ആയിട്ട് തോന്നണം. ഓക്കെ, ആൻഡ് നൗ ട്രാവൽ ഇൻഫോ, അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ലൊക്കേഷനെ പറ്റിയിട്ടും അങ്ങനെ എവിടെ എത്താമെന്നുള്ളത് എഴുതുക, അവിടെ എന്തൊക്കെ കാണാനുണ്ട്, എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എഴുതുക. ബെസ്റ്റ് എവിടെയൊക്കെ പോയി നമുക്ക് വിസിറ്റ് ചെയ്യാം, ആർട്ടി മേജർ അട്രാക്ഷൻസ് ഉള്ളതും കൂടെ അവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ നൗ വി ഹാവ് ട്രാവൽ ഇൻഫോ നമ്മൾ കഴിഞ്ഞു. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ, ഹെഡ്ലൈൻ വേണം, പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്, ഓപ്പണിംഗ് പാരഗ്രാഫ് വേണം, ആൻഡ് വാട്ട് ഹാപ്പൻഡ് ആൻഡ് ദെൻ ദ കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. ഓക്കെ, ഹെഡിങ് വന്നു, സ്ഥലം, ഡേറ്റ്, ദെൻ വാട്ട് ഹാപ്പൻ, ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് വന്നു, വാട്ട് ഇസ് എ കണ്ടന്റ് ആൻഡ് ദെൻ എ കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ഇസ് ദർ. ദെൻ വാട്ട് ഹാപ്പൻ, ദെൻ സെമിനാർ ഓൺ പ്രോഗ്രാം ഓർ പ്രോഗ്രാം റിപ്പോർട്ട് എന്തൊക്കെ റിപ്പോർട്ടിൽ വേണം. റീഡ് ദി പ്രോഗ്രാം, ഗിവൺ ദി ക്വസ്റ്റ്യൻ കെയർഫുള്ളി, ഗിവ് ദി സ്യൂട്ടബിൾ ഹെഡിങ്, ഒരു ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ എന്താണോ കണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഇവന്റിനെ ബ്രീഫ് ചെയ്യുക, അത് ഡീറ്റെയിൽസ് എഴുതുക. ദെൻ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ്. ആൻഡ് ദെൻ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം ഈ റിപ്പോർട്ടിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്ത് ചെയ്യേണ്ടതാണ്. ആൻഡ് റഫ് ഡ്രാഫ്റ്റ് ഓഫ് പ്രിസസ്, ഓക്കെ, അങ്ങനത്തെ റഫ് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. യൂസ് എൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ആൻഡ് ഡീറ്റെയിൽസ് ഇൻ പ്രിസസ് മസ്റ്റ് മാച്ച് ദ ഡീറ്റെയിൽസ് ഓഫ് ദി പാസേജ്. ആ പറഞ്ഞ പ്രിസൈസിൽ മാച്ച് ചെയ്യുന്ന തരത്തിൽ
ഉള്ളത് പാസേജുമായിട്ട് നല്ല മാച്ചിങ് ആയിരിക്കണം. അബ്രിവേഷൻസ് പരമാവധി ഉപയോഗിക്കാണ്ടിരിക്കുക. ദെൻ ക്വസ്റ്റ്യൻ ഫോമാറ്റിലുള്ള സെന്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് വരാവുന്ന മേജർ ആയിട്ടുള്ള ഫോമാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് പോയി കഴിയേക്കാം. അത് ദാറ്റ് ഇസ് നമ്മുടെ ഗ്രാമർ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ വി ആർ ഹാവിംഗ് ദിസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പോൾ ദാ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ഐ ഹാവ് ഗിവൻ യു സം ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിന് പറ്റിയ എക്സാമ്പിൾസ് നമ്മൾ വി ഹാവ് ഗിവൻ ഹിയർ. ഓക്കെ, അപ്പോൾ ദാ ഇനി വൺ സെന്റൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഇപ്പം സിമ്പിൾ പാസ്റ്റിലാണ് ഉള്ളതെങ്കിൽ അത് ആക്റ്റീവ് വോയിസിൽ വരുമ്പോഴേക്കും റൈറ്റ് ഓർ റൈറ്റ്സ് എന്നുള്ളൊരു ഫോമിലായിരിക്കും വരിക. എസ് ഓർ എസ് ഫോമിലായിരിക്കും കിടക്കുക. ആൻഡ് യു ഷുഡ് കൺവേർട്ട് ദാറ്റ് ഇൻ ടു ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 ഫോമിലേക്കാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അടുത്ത് നോക്കിയേ, പ്രസന്റ് കണ്ടിന്യൂസിൽ, അതായത് ആക്റ്റീവ് വോയിസിൽ കിടക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോമിലാണ് നിങ്ങളുടെ ടെൻസ് കിടക്കുക അല്ലെങ്കിൽ സെന്റൻസ് കിടക്കുന്നതെങ്കിൽ ഹൗ ക്യാൻ യു കൺവേർട്ട് ദാറ്റ് ഇൻ ടു പാസീവ്? അത് പാസീവിലേക്ക് വരുമ്പോഴേക്കും ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING എന്നുള്ളത് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് being പ്ലസ് V3 ഫോമിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ, റിയ ഇസ് മേക്കിംഗ് എ കേക്ക്. ഓക്കെ, അത് ഈ ഫോമിലാണ്. ഈസ് വന്നു പ്ലസ് ING വന്നു. അപ്പൊ ഇത് ആക്റ്റീവിലാണ് കിടക്കുന്നത്. ആൻഡ് ഹൗ ക്യാൻ ബി കൺവേർട്ട് ദാറ്റ്? എ കേക്ക്. അപ്പോൾ അത് പാസീവിലേക്ക് മാറ്റുമ്പോഴേക്കും ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്ട്. ഒബ്ജക്ട് ഇസ് ഷിഫ്റ്റഡ് ടു സബ്ജക്ട്. ഒബ്ജക്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ ഒബ്ജക്ട് എ കേക്ക് എന്നുള്ളത് ഇങ്ങോട്ട് സബ്ജക്ട് പൊസിഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ടേക്കാണ്. എ കേക്ക്. ഇനി അടുത്തത് ഈസ്. ഈസ് ആഡ് ചെയ്തു. ബീയിങ്. എ കേക്ക് ഈസ് ബീയിങ്. ദെൻ V3 ഫോം. മേക്കിംഗ് എന്നുള്ളതിന്റെ V3 ഫോം ഇറ്റ് ഇസ് മെയ്ഡ്. ദെൻ ബൈ റിയ. ക്ലിയർ? എ കേക്ക് ഈസ് ബീയിങ് മെയ്ഡ് ബൈ റിയ. ക്ലിയർ? ദെൻ ഇനി അടുത്ത് നോക്കിയേ, പ്രസന്റ് പെർഫെക്റ്റിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഇത് കിടക്കുന്നതെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോമിലാണെങ്കിൽ അതിനെ നമ്മൾ അത് ആക്റ്റീവ് ഫോമിലാണ് കിടക്കുന്നത്. അതിനെ എങ്ങനെ നമുക്ക് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോമിലേക്കായിരിക്കണം അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നിരിക്കുന്നത് ഐ ഹാവ് ഈറ്റൻ എ പിസ്സ. ഐ ഹാവ് ഈറ്റൻ എ പിസ്സ. അപ്പൊ അത് നമുക്ക് മനസ്സിലായി പ്രസന്റ് പെർഫെക്റ്റിൽ ആക്റ്റീവ് വോയിസിലാണ് കിടക്കുന്നത്. ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റിലാണുള്ളത്. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? എ പിസ്സ. അതായത് നമ്മുടെ ദിസ് ഈസ് ദി ഒബ്ജക്ട് ഹിയർ. അതിനെ നമ്മൾ സബ്ജക്ട് പൊസിഷനിലേക്ക് കൊണ്ടുപോയി ഹാസ് ബീൻ V3 ഈറ്റൻ ബൈ മീ. അപ്പൊ നമുക്ക് എപ്പോഴും ഓർക്കാനുള്ളത്, നിങ്ങൾ എപ്പോൾ കൺവേർട്ട് ചെയ്യണല്ലോ ആക്റ്റീവിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും നമ്മൾ സബ്ജക്റ്റിനെ അവിടെ ആഡ് ചെയ്യുന്നത് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, റോട്ട്. V2 ഫോമിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാവും V2 എപ്പോഴാണ് കൊടുക്കുക? സിമ്പിൾ പാസ്റ്റിലായിരിക്കും നമുക്ക് V2 കിട്ടുന്നുണ്ടാവുക. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? വാസ് ഓർ വേർ പ്ലസ് വിൽ പ്ലസ് V3. അപ്പൊ നോക്കിയേ, was or were plus V3. will അല്ല V3. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹി റോട്ട് എ ലെറ്റർ. അതായത് നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റും ഒബ്ജക്റ്റും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ലെറ്റർ, എ ലെറ്റർ. ഇനി ഇവിടെ നോക്കിയേ, റോട്ടർ എന്നുള്ളത് മാറി was or were plus written. അപ്പൊ എന്താ കൊടുക്കുക? ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ, സോ was written V3. written by നമ്മൾ ചേർക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. then him. ഓക്കെ, കമ്മിങ് ടു പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ വാസ് ഓർ വേർ പ്ലസ് VING ഫോമിലായിരിക്കും അവിടെ ഉണ്ടാവുക. അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3. ഓക്കെ, ആ ഒരു രീതിക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പൊ സാറ വാസ് സിംഗിങ് എ സോങ് ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ? സാറ വാസ് സിംഗിങ് എ സോങ്. അതെങ്ങനെ കൺവേർട്ട് ചെയ്തു? ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറി. എ സോങ് വാസ് ബീൻ സങ്. സങ് എന്നുള്ളത് എങ്ങനെ? സങ് ഇവിടെ സങ് ആണ്. സോറി, ദിസ് ഇസ് എ മിസ്റ്റേക്ക്. സങ് ബൈ സാറ. എ സോങ് വാസ് ബീങ് സങ് ബൈ സാറ. എ സോങ് വാസ് ബീങ് സങ് ബൈ സാറ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3യിലാണ് കിടക്കുന്നത്. അതിനെ ഇങ്ങോട്ട് മാറ്റുമ്പോഴേക്കും എങ്ങനെ വരും? ഹാഡ് ബീൻ പ്ലസ് V3 ഫോമിലേക്കാണ് വരിക. ഓക്കെ, അപ്പൊ നിയ ഹാഡ് ഫിനിഷ്ഡ് ഹോംവർക്ക്. അപ്പൊ ഹാഡ് പ്ലസ് V3 ഫോമിലാണ്. ഹാഡ് V3. അപ്പൊ ഹോംവർക്ക് ഹാഡ് ബീൻ then V3 ഫിനിഷ്ഡ് ബൈ നിയ. ഓക്കെ, then നെക്സ്റ്റ് വൺ നോക്കിയേ, ഇനി സിമ്പിൾ ഫ്യൂച്ചറിലാണെങ്കിലോ വിൽ പ്ലസ് റൈറ്റ്. വിൽ പ്ലസ് V1 ഫോം ആണിത്. V1. ഓക്കെ,
അപ്പോൾ അതാ ഷീ വിൽ ഗിവ് ദ ഗിഫ്റ്റ്. വില്ലും വന്നു ഗിവും വന്നു. അപ്പം വിൽ പ്ലസ് V1 അത് മാറി. ഇപ്പം എങ്ങനെയാ വരിക? വിൽ ബി റിട്ടേൺ അല്ലെങ്കിൽ വിൽ ബി പ്ലസ് V3. ഇതിവിടെ വേണ്ട. വിൽ ബി പ്ലസ് V3. The gift will be given by her. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ. ഫ്യൂച്ചർ പെർഫെക്റ്റിലാണെങ്കിലോ വിൽ ഹാവ് പ്ലസ് V3. വിൽ ഹാവ് പ്ലസ് V3. അപ്പം ഇപ്പുറത്തേക്ക് മാറുമ്പോഴോ വിൽ ഹാവ് ബീൻ പ്ലസ് V3. I will have changed the phone. I will have changed the phone. അത് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും the phone ഇത് ഇങ്ങോട്ട് മാറി സബ്ജക്റ്റിലേക്ക് വന്നു. The phone will have been changed by me. Okay, so that is all about that. ഇനി നമുക്ക് we have reported speech. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. I have given you examples. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ സിമ്പിൾ ആണെങ്കിൽ പാസ്റ്റിലും പ്രസന്റിലുമുള്ള സാധനങ്ങളായിരിക്കും മെയിൻലി നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ വെനവർ യുവർ സെന്റൻസസ് ഇൻ പ്രസന്റ് ടെൻസ് അതിനെ നമ്മൾ പാസ്റ്റിലേക്കായിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോഴേക്കും മാറ്റാറുള്ളത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റും. ഫോർ എക്സാമ്പിൾ ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ മാറ്റുകയാണ്. ദ ബോയ് സെഡ് that. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് verb ആയിട്ട് ഉപയോഗിക്കുന്നത് that ആണ് for statements. That he wanted a cycle. Okay, അപ്പോൾ simple past subject plus V1 എന്ന് പറയുന്നത് subject plus V1 is converted to subject plus V2. Okay, അങ്ങനെയാണ് he wanted a cycle എന്ന് വരുന്നത്. ഇനി present continuousലാണെങ്കിലോ അത് past continuousലേക്ക് മാറും. Ram said I am waiting for Ravi. അപ്പോൾ ഒന്നാമത്തത് present continuousലാണ്. I am waiting. അപ്പം Ram said that he was past continuousലേക്ക് പോയി he was waiting for Ravi. said that വന്നു. ഓക്കെ, ഇനി present continuous ആണെങ്കിൽ present perfect ആണെങ്കിൽ past perfectലേക്ക് പോകുന്നു. Ravi said to me I have watched a movie. അതെങ്ങനെ മാറുന്നു? Ravi said to me that he had watched a movie. അപ്പോൾ ഇതാ ഇവിടെ എന്താ subject plus has or have plus V3 ആണിത്. That is changed to had plus V3. Okay, then present perfect continuousലാണെങ്കിലോ അത് past perfect continuousലേക്ക് പോകുന്നു. She said I have been reading for hours. ഞാൻ കുറേ നേരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. Then she said that she had been reading for hours. അപ്പോൾ ഇവിടെ എന്താ has or have plus been plus V3 ആണ്. It is converted to has or had plus been plus VING. Okay, subject plus has or have plus been plus VING is converted to subject plus had plus been plus VING. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ ഇനി നമുക്ക് തന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണെങ്കിലോ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ I ate an apple. സിമ്പിൾ പ്രസന്റിലാണ്. അത് മാറി വരുമ്പോൾ had eaten an ആപ്പിളിലേക്ക് പോകുന്നു. had plus V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് നോക്കിക്കേ. പാസ്റ്റ് കണ്ടിന്യൂസ് ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പോവുക. പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് പോവുക. ഫോർ എക്സാമ്പിൾ മനു സെഡ് വി വർ പ്ലാനിങ് എ ട്രിപ്പ്. അപ്പം മനു സെഡ് ദാറ്റ് they had been planning a trip. had past perfect had plus been plus VING. Then past perfectലാണെങ്കിലോ there is no change. ഒരു പ്രത്യേകിച്ച് ടെൻസ് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. He said I had eaten my lunch. He said that he had eaten his lunch. അതുപോലെ തന്നെ past perfect continuousലാണെങ്കിലും ടെൻസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഓക്കെ, ഇനി now we have some exceptions. ചില എക്സെപ്ഷൻസ് നമുക്കുണ്ട്. ഇനി what if we are converting അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എ സെന്റൻസ് ദാറ്റ് ഈസ് ഇംപെറേറ്റീവ്, ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു കമാൻഡോ പോലുള്ള ഒരു സെന്റൻസ് ആണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത്, റിപ്പോർട്ടിലേക്ക് മാറ്റുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇവിടെ ആഡ് ചെയ്യുക? നേരത്തെ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ട് ദാറ്റ് ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇംപെറേറ്റീവ്സ് നമ്മൾ മാറ്റുമ്പോഴേക്കും വിൽ ബി ആഡിങ് ടു ഇൻഫിനിറ്റീവ്. ഫോർ എക്സാമ്പിൾ ക്ലോസ് ദ ഡോർ, ദ ഡോക്ടർ സെഡ് ടു ദ നേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യാണ്. ദ ഡോക്ടർ ആസ്ക്ഡ് ദ നേഴ്സ് ടു. കണ്ടോ, നമ്മൾ ഈ ദാറ്റിന് പകരം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് അവിടെ യൂസ് ചെയ്തത്. ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെ ടെൻസിന് സെയിം ചേഞ്ചസ് തന്നെയാണ് വരിക. ടു ക്ലോസ് ദ ഡോർ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഹി സെഡ് ടു ഹർ പ്ലീസ് വെയിറ്റ് ടിൽ ഐ റിട്ടേൺ. ഞാൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യൂ. ഹി റിക്വസ്റ്റഡ് ടു വെയിറ്റ്, ടു വെയിറ്റ്, കണ്ടോ, ടു വെയിറ്റ് ദർ ടിൽ ഹി റിട്ടേൺഡ്.
ഡബിൾ എൽ ഉണ്ട്. ടിൽ ഹി റിട്ടേൺ. ഞാൻ തിരിച്ചപ്പോൾ റിട്ടേൺ എന്നുള്ളത് മാറിയിട്ട് റിട്ടേൺഡ് ആയി. സോ V1 എന്നുള്ളത് V2 ആയിട്ട് മാറി. അപ്പം പ്രസന്റ് പാസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ വിൽ ബി ആഡിങ് ദിസ് ടു ഇൻഫിനിറ്റീവ്. ഓൾറൈറ്റ്. ഇനി അതുപോലെ തന്നെ വാട്ട് ഇഫ് യു ആർ ഗിവൻ വിത്ത് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയിരിക്കുന്നതെങ്കിലോ. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്നെങ്കിൽ യെസ് ഓർ നോ ആയിരിക്കാം, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ യെസ് ഓർ നോ ആണ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ? അപ്പം എസ് ഓർ നോയുടെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് വേർബ് എന്നുള്ളൊരു ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക. അതാ ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് ഒരു വേർബ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഷീ സെഡ് ടു മീ ആർ യു റെഡി. ഷീ സെഡ് ടു മീ ആർ യു റെഡി. ഇതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഷീ ആസ്ക്ഡ് മീ. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ആഡ് ദാ ഒന്നുകിൽ നമ്മൾ വെദർ, അതുമല്ലെങ്കിൽ ഇഫ് ആയിരിക്കും നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇഫ് ഓർ വെദർ ഷുഡ് ബി ആഡഡ്. അപ്പം നമ്മൾ ദാറ്റും അല്ല ടു അല്ല നമ്മൾ ഇവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുക. ഇഫ് ഓർ വെദർ ആയിരിക്കും റിപ്പോർട്ടിങ്ങിൽ ഉപയോഗിക്കുക. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ വാസ് റെഡി. ഐ യു റെഡി എന്നുള്ളത് മാറിയിട്ട് പാസ്റ്റിലേക്ക് പോയി ഐ വാസ് റെഡി. ഓക്കെ, അടുത്ത് നോക്കി. ഇനി WH ക്വസ്റ്റ്യൻ ആണെങ്കിലോ വാട്ട് വിൽ ഹാപ്പൻ? ഹി ആസ്ക്ഡ് വൈ ഡസ് ഹി ഗോ. അവൻ എന്താണ് പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈ ആണ് ഇവിടെ. WH ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം വാട്ട് ഹാപ്പൻസ്? ഹി ആസ്ക്ഡ്. ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് നമുക്ക് ഏത് തന്നെയാണ്? ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ആയിരിക്കും നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ടും നമ്മളിവിടെ യൂസ് ചെയ്യുക. ഹി ആസ്ക്ഡ് വൈ ഡസ് ഹി വെന്റ്. വൈ ഡസ് ഹി ഗോ എന്നുള്ളത് മാറിയിട്ട് V2 ഫോമിലേക്ക് വന്ന് ഇവിടെ വെന്റ് ആയി. അപ്പം വൈ ഇസ് യൂസ്ഡ് ആസ് ദി റിപ്പോർട്ടിംഗ് വേർഡ് ഹിയർ ഓൾസോ. റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് അത് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു ക്വസ്റ്റ്യനോടെ നോക്കാം. ഹി വേർ ഇസ് മൈ ബുക്ക്. എൻ്റെ ബുക്ക് എവിടെയാണ്? അതെങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം? ഹി ആസ്ക്ഡ് വേർ. ദാറ്റിന്റെ ആവശ്യമില്ല, കാരണം WH ക്വസ്റ്റ്യൻസിൽ വേർ ആ WH ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നമ്മുടെ എന്തായിട്ടുണ്ടാവുക? റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ടുണ്ടാവുക. വേർ ഹിസ് ബുക്സ്. ഇപ്പം ഈസ് മാറിയിട്ട് പാസ്റ്റിലേക്ക് വന്നുകൊണ്ട് തന്നെ വാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫോമാറ്റ്സ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഒരു ആസ് എ ഹോൾ. നമ്മൾ കുറച്ച് ഒന്ന് വേഗം പോയിട്ടുണ്ട്, ബിക്കോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്ന് കത്താൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ മിനിമൽ ആയിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളൊന്നൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു റൈറ്റ് ദി എക്സാംസ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ സമ്മറി ഓവർ ആയിട്ടുണ്ട്. ഐ ഹാവ് ഇൻട്രൊഡ്യൂസ് യു ടു ഡിഫറെൻറ്റ് ഫോമാറ്റ്സ് ആൻഡ് നൗ വി ജസ്റ്റ് ഡിസ്കസ്ഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച് ഓൾസോ. അപ്പം ഇത്ര തന്നെ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു എൻറ്റയർ സിലബസ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് പ്രിപ്പയർ വെൽ, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കി ക്ലാസ്സുകളിലൂടെയൊക്കെ കാണാം. സോ സീ യു ലേറ്റർ. ബൈ.